എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക ചരിത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇവൻറ്റ്സ് ആണ് ഗ്ലോറിയസ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടും അതുപോലെ തന്നെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും. നമുക്ക് നമ്മുടെ കേരള PSCയുടെ സിലബസ് ആയാലും മറ്റ് പല പരീക്ഷകൾക്കുള്ള സിലബസിലായാലും SSC ആയിക്കോട്ടെ UPSC ആയിക്കോട്ടെ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ അവിടെ നിന്ന് ഇത്രയും അകലെയുള്ള ഈ സ്ഥലങ്ങളിലെ ഇവൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? മറ്റു പല ഇവൻസും ലോകത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തുകൊണ്ട് പ്രത്യേകം ഈ ഇവൻസിനെ കുറിച്ച് എടുത്തു പഠിക്കുന്നു? ഇപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ ഇതിനു മുൻപുള്ള മറ്റു പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നില്ല, സിവിലൈസേഷൻസിനെ കുറിച്ച് പഠിക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ റെവല്യൂഷൻസ് വളരെയധികം പ്രാധാന്യത്തോടുകൂടെ പഠിക്കുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങൾ പലപ്പോഴും ഇതിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും. അതിൽ വളരെ ഫാക്ച്വലായി എന്താണ് കാര്യം, എന്തൊക്കെ ഫാക്ട്സ് ആണ് ഓർത്തിരിക്കേണ്ടത് എന്ന് മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അതിൽ നിന്നും മാറി ഒരു വ്യത്യസ്തമായ രീതിയിൽ കൺസെപ്ച്വലി ഈ വിപ്ലവങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവുക ഗ്ലോറിയസ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും നോക്കുന്നതാണ്. അങ്ങനെ മറ്റ് റെവല്യൂഷൻസിലേക്കും നമ്മൾ പോകാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്ച്വൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ആ ഒരു കമന്റ്സിലുള്ള പ്രോത്സാഹനം വഴിയായിരിക്കും കൂടുതൽ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് എനിക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷനിലേക്ക് നോക്കാം. ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാവരെയും വന്നു ഭരിച്ച ഈ പറഞ്ഞ ഇംഗ്ലണ്ടിൽ നടന്ന ഒരു ഗ്ലോറിയസ് റെവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കാണുന്നത്, അല്ലേ? അപ്പോ ഈ ഗ്ലോറിയസ് റെവല്യൂഷന് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? രാജാവിന്റെ ഭരണത്തിൽ നിന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്ക് ആദ്യമായിട്ട് ട്രാൻസിഷൻ നടന്നത് ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ വഴിയായിരുന്നു. അപ്പോ പണ്ടൊക്കെ ആബ്സല്യൂട്ടിസം വരുന്നുണ്ടായിരുന്നു. രാജാവ് ഭരിക്കും, പ്രജകൾ കേട്ടുകൊണ്ടിരിക്കും. അതിൽ നിന്ന് മാറ്റം വന്നു. അതിൽ നിന്ന് മാറി രാജാവിനെയും ചോദ്യം ചെയ്യാം, രാജാവിനെ പിടിച്ചു നിർത്താം, വരുതിയിലാക്കാം എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് ആദ്യമായിട്ട് ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ വഴിയായിരുന്നു. പിന്നെ ആ ഒരു സമയമായപ്പോഴേക്കും പ്രിന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വളർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഗ്ലോറിയസ് റെവല്യൂഷനൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഐഡിയാസ് മറ്റ് സ്ഥലങ്ങളിലേക്കും പടർന്നു. ഈവൻ നമ്മുടെ രാജ്യത്ത് വരെ ഇപ്പോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം ഉള്ളതിനൊരു കാരണം ഈ ഗ്ലോറിയസ് റെവല്യൂഷനിൽ തുടങ്ങി വെച്ചിട്ടുള്ള ആ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അതിൽ നിന്ന് എവല്യൂഷൻ നടന്നു. അങ്ങനെ ഇപ്പോൾ ഉള്ള പല വിധത്തിലുള്ള സിസ്റ്റംസും ഡെവലപ്പായി. ഇവിടെ നമ്മൾ UK നോക്കുമ്പോൾ ഒരു ചെറു ദ്വീപ് പോലുള്ള ഒരു രാജ്യമാണ്, നമ്മളിൽ നിന്ന് വളരെ അകലെ ഇരിക്കുന്ന ഒരു രാജ്യമാണ്. ഈ ഒരു UK കാര്യത്തിൽ ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ നടന്നതിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു ജീവിത പാഠം കൂടെ കിട്ടാനുണ്ട്. എന്താണത്? നമ്മളെല്ലാവരും നമ്മുടെ ഈ ഒരു പ്രായത്തിൽ ചിലപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ആഗ്രഹിച്ചതുപോലെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങളാണ്, ഈ ലോകത്തെ ഏറ്റവും ഗതികെട്ടവനാണ് ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ നിന്ന ഒരു രാജ്യം തന്നെയായിരുന്നു UK. ആ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് മറ്റു പല സ്ഥലങ്ങളിലും രാജഭരണം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ UK വിചാരിച്ചിട്ടുണ്ടാവും, അയ്യോ ഞങ്ങൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നം, ഫ്രാൻസ് ഒക്കെ എന്തൊരു ഹാപ്പിയാ, ഡച്ചുകാർ എന്തൊരു ഹാപ്പിയാ, പോർച്ചുഗൽ എന്തൊരു ഹാപ്പിയാ. ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ സമയത്ത് പോർച്ചുഗീസുകാര് അതുപോലെ തന്നെ ഡച്ചുകാരൊക്കെ പല സ്ഥലങ്ങളിലും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ബ്രിട്ടീഷുകാർ പ്രോപ്പറായിട്ട് ഇന്ത്യയിൽ കാല് ഉറപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ദുരിതം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ പഠിച്ചു. അവിടെ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് വന്നു. അവര് വരുത്തേണ്ട മാറ്റങ്ങൾ പ്രോപ്പറായിട്ട് വരുത്തി. അതുകൊണ്ട് എന്തുണ്ടായി? ലോകത്തിൽ തന്നെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെടുന്ന രീതിയിലേക്ക് അവർ വളർന്നു. അവരുടെ ആ ഒരു കോൺക്വസ്റ്റിനൊക്കെ ന്യായീകരിക്കല്ല, പക്ഷെ അവര് ഉണ്ടാക്കിയ സിസ്റ്റം നമുക്ക് വരെ ഇപ്പോഴും വളരെയധികം ഹെൽപ്ഫുൾ ആണ്, അല്ലേ? അപ്പൊ അവര് സ്റ്റേബിൾ ഗവൺമെന്റ് ഒക്കെ അവർ കൊണ്ടുവന്ന് അവര് ബ്രിട്ടീഷുകാരുടെ ഇവിടുത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വിജയത്തിന്റെ രഹസ്യം തന്നെ അവർ പ്രോപ്പറായിട്ട് ബാങ്കിങ് സിസ്റ്റം നേരത്തെ ഇംപ്ലിമെന്റ് ചെയ്തു, സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ തന്നെ
ഇംഗ്ലണ്ടുകാർക്ക് ഷെയറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മികച്ച രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയത്. അതേസമയം ഈ പറഞ്ഞ പോർച്ചുഗീസുകാരും ഫ്രാൻസും ഒക്കെ ഇവിടെ വന്നപ്പോ അവിടെ രാജാവാണ് പിന്നിൽ നിന്ന് തള്ളിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ജനങ്ങൾക്ക് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കാണാൻ കഴിയും ഒരു ജീവിതപാഠം. എന്താണ്? നമുക്കിപ്പോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതോർത്ത് വിഷമിക്കല്ല വേണ്ടത്. ഈ UK പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് മേ ബി ഇന്ത്യ നല്ല നിലയിലായിരുന്നിട്ടുണ്ടാവണം അല്ലെ? ആ ഒരു 1200 ടൈമാണെങ്കിലും 1300 ഈ ഒരു റണ്ണിമേഡ് ഗ്രൗണ്ട്സിൽ മാഗ്ന കാർട്ട എഴുതുന്ന ആ ഒരു സമയമാണെങ്കിലും അതിനുശേഷം നമ്മുടെ ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്ന 17th സെഞ്ചുറിയിലോട്ട് വരുമ്പോഴും ഇന്ത്യ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നില തന്നെ നിൽക്കണേ. ഇവിടെ വിദേശ ശക്തികളൊക്കെ പതിയെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കറിയാം വിദേശ ശക്തികൾ ആരൊക്കെയാണ് വന്നത്. പോർച്ചുഗീസുകാരാണ് ആദ്യം ഇവിടെ വന്നത്, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാര്, പിന്നെ ഇവൻ ഡാനിഷുകാർ വരെ വന്നു. എന്നിട്ടും ഇവരുടെ ഇടയിലൊക്കെ പോർച്ചുഗീസുകാർ ആദ്യം വന്നിട്ട് പോലും ഇവരൊക്കെ തോൽപ്പിച്ച് നിൽക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് ഈ ഒരു പ്രശ്നം വന്നതാണ്. അപ്പൊ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വിഷമിക്കല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഭാവിയിൽ എന്തോ നല്ലത് വരാനായിട്ട് നമുക്ക് നേരത്തെ ഈ ഒരു പ്രശ്നം വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, എങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്ക് മാറി, എങ്ങനെ രാജാവിനെ വരുതിയിൽ നിർത്താനായിട്ട് അവര് ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നു എന്നൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു നമ്മുടെ രാജ്യത്ത് നിന്നും വളരെ അകലെ, കടലുകൾ അകലെ അല്ലെ, അറ്റ്ലാന്റിക് ഓഷ്യനോട് ചേർന്നിട്ടാണ് അവര് കിടക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എങ്ങനെയാണ് ആ ഒരു സമയത്ത് മാറ്റം വന്നത്, അതുപോലെ തന്നെ ആ മാറ്റങ്ങള് നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് അവര് എത്ര രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ട രാജാവിനെ വരുതിയിലാക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഗ്ന കാർട്ടയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഞാൻ പറഞ്ഞു അത്രയും നാള് ഭരണമൊക്കെ നടന്നിരുന്നത് ആബ്സല്യൂട്ടിസം ആയിരുന്നു. അതായത് രാജാവ് തീരുമാനിക്കും, പ്രജകൾ അങ്ങ് കേക്ക് തന്നെ. ആ ഒരു രീതിയിൽ നിന്നിരുന്നിടത്ത് നിന്ന് മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഈ ഒരു മാഗ്ന കാർട്ടയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് വന്നിട്ടുള്ള പല മഹാരഥന്മാരും ഈ മാഗ്ന കാർട്ടയെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മറ്റു ക്ലാസ്സുകളിലാണെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ഫാക്ട്സ് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. മാഗ്ന കാർട്ട 15/6/12/15 കിങ് ജോൺ ഒപ്പുവെച്ചു. ഈ ജീവിത പാഠങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ കടന്നിട്ടുണ്ടാവില്ല. അത് തന്നെയാണ് നമ്മളിവിടെ വരുത്തുന്ന വ്യത്യാസം. നമ്മൾ കൺസെപ്ച്വലി മനസ്സിലാക്കുന്നു. പിന്നെ കൺസെപ്ച്വലി മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇവിടെ ഇതിനെ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾ തംബ്നെയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ, വ്ളോഗർമാരെ വെല്ലുന്ന കലഹം, ഫാമിലി വ്ളോഗർമാരെ വെല്ലുന്ന കലഹം എന്നാണ് നമ്മൾ തംബ്നെയിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കുറേ ഫാമിലി വ്ളോഗ്സ് ഒക്കെ കാണാറുണ്ട്, പ്രാങ്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ വെല്ലുന്ന രീതിയിലൊരു കുടുംബകലഹമായിട്ട് നമ്മൾ ഇതിനെ കാണാൻ കഴിയും. ഈ കിങ് ജോൺ എന്ന് പറയുന്നത്, അവിടെ നമ്മുടെ വീട്ടിലൊക്കെ കുടുംബം മരിക്കുന്ന അപ്പന്മാരുണ്ടാവില്ലേ, നമ്മുടെ ഇവിടെ ഒരു പാട്രിയാർക്കിയൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കിങ് ജോൺ എന്ന ഒരു ഫാദർ എന്നുള്ള രീതിയിൽ കണ്ടോ, രാജാവ് എന്ന രീതിയിൽ കാണണ്ട. ആള് സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആള് കുറെ യുദ്ധത്തിലൊക്കെ പോയി ചെന്നു, അതിലൊക്കെ തോറ്റു. ആള് ഇഷ്ടമുള്ള പോലെ ജനങ്ങളെ ടാക്സ് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ, ഇപ്പോൾ അരി വാങ്ങിക്കുന്നതായിക്കോട്ടെ, പച്ചക്കറികൾ വാങ്ങിക്കുന്നതായിക്കോട്ടെ, ഇഷ്ടമുള്ള പോലെ തീരുമാനം എടുക്കുന്നു. ഏറ്റവും വില കൂടിയ സ്ഥലത്ത് തന്നെ പോയി വാങ്ങിക്കണു. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ അപ്പൻ എന്തിന്റെ കേടാണ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്, ഞങ്ങൾക്ക് ഭരണം വിട്ടുന്ന ഞങ്ങൾ ഇതിലും ബെറ്റർ ആയിട്ട് ചെയ്യാലോ എന്നുള്ള രീതിയിൽ വിചാരിക്കുകയാണ്. അതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളതും. ഈ ഒരു മാഗ്ന കാർട്ട ഒപ്പുവെപ്പിക്കാൻ കാരണം ഈ കിങ് ജോൺ സ്വന്തം ഇഷ്ടപ്രകാരം പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് അറ്റത്തുള്ള ചില ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം ഇവിടെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഗ്രേറ്റ് ചാർട്ടർ എന്നും റോയൽ ചാർട്ടർ എന്നൊക്കെയാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. അപ്പൊ കിങ് ജോണിനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു മാഗ്ന കാർട്ട ഒപ്പുവെക്കണം. നിങ്ങൾ പല ക്ലാസ്സുകളിലും കണ്ടിട്ടുണ്ടാവും കോഡൊക്കെ ആയിട്ട്. അതായത് കിങ് ജോൺ ഓടാൻ ശ്രമിച്ചു, അതുകൊണ്ട് റണ്ണിമീഡ് ഗ്രൗണ്ട്സിൽ ആളെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനൊരു മാഗ്ന കാർട്ട ഒപ്പുവെപ്പിച്ചു എന്നുള്ള കാര്യം. ഈ മാഗ്ന കാർട്ടയിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ചരിത്രത്തിലേക്ക് വലിയ രീതിയിലുള്ള വളർച്ച നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. മാഗ്ന കാർട്ടയിൽ നമുക്ക് ഡ്യൂ പ്രോസസ് കാണാൻ പറ്റും, റൂൾ ഓഫ് ലോ കാണാൻ പറ്റും, ഹേബിയസ് കോർപ്പസ് കാണാൻ പറ്റും. ഇതിന്റെയൊക്കെ ഉത്ഭവം നമുക്ക് ഈ പറഞ്ഞ മാഗ്ന കാർട്ടയിൽ കാണാൻ പറ്റും. നിങ്ങൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോ നിങ്ങൾ നമ്മളുടെ ഇന്ത്യൻ പൊളിറ്റിയുടെ ഇത് നോക്കുമ്പോൾ അമേരിക്കയുടെ ആ ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് കാണുക.
പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ആശയം തുടക്കം വെച്ചത് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കാണുന്നത്. ഈവൻ അമേരിക്കൻ ആ ഒരു വാർ ഓഫ് ഇൻഡിപെൻഡൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണും ഇംഗ്ലണ്ടിലത്തെ ആ ഒരു റെവല്യൂഷനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ്, ഇംഗ്ലണ്ടുമായിട്ട് വളരെയധികം ബന്ധമുള്ള രീതിയിൽ തന്നെയാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും നടന്നിട്ടുള്ളതും. അവിടുത്തെ ജനങ്ങൾക്ക് ഇംഗ്ലണ്ടുമായിട്ട് നല്ല കണക്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് ആശയങ്ങൾക്ക് തുടക്കം വെച്ചു എന്നാണ്. ബ്രിട്ടനിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ പോയിട്ടുണ്ട് എന്നുള്ളതല്ല, ബ്രിട്ടനിലാണ് ഈ ഒരു മാഗ്ന കാർട്ടയിലാണ് ഈ ഒരു ആശയം, ഓക്കെ ഇങ്ങനെ ഒരു ആശയം ഉണ്ടാവാം എന്നുള്ള രീതിയിലുള്ളൊരു തുടക്കം കുറിച്ചത് എന്നുള്ള കാര്യം മാത്രം ഓർക്കുക. ബ്രിട്ടനിൽ ഡ്യൂ പ്രോസസ് ലോ നമ്മൾ ഉണ്ടെന്നല്ല ഇവിടെ പറയുന്നത്. ബ്രിട്ടനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി അവിടെ പാർലമെന്ററി സോവറിനിറ്റി ആണ്. അതിലോട്ട് നമ്മൾ എത്തും. നമ്മൾ തുടക്കത്തിൽ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്നീട് നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് പോകണമെന്നില്ലല്ലോ. അത് തന്നെയാണ് ബ്രിട്ടനും ചെയ്തത്. മാഗ്ന കാർട്ടയിൽ ഡ്യൂ പ്രോസസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റൂൾ ഓഫ് ലോ നമുക്ക് കാണാൻ കഴിയും. നിയമവാഴ്ച, റൂൾ ഓഫ് ലോ നമ്മൾ ഇന്ത്യൻ പോളിറ്റിയിൽ പഠിക്കുന്നുണ്ട്. റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. ഈക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ളതൊരു ബ്രിട്ടീഷ് കോൺസെപ്റ്റ് ആണ്. ഈ ഒരു ഈക്വാലിറ്റി ബിഫോർ ലോ, റൂൾ ഓഫ് ലോ, എ വി ഡൈസിയുടെ, ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള എ വി ഡൈസിയുടെ റൂൾ ഓഫ് ലോഡൊക്കെ അവര് ആശയങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ പറഞ്ഞ മാഗ്ന കാർട്ടയാണ്. അപ്പൊ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ആശയം വന്നത് മാഗ്ന കാർട്ടയിലാണെന്നല്ല, പക്ഷെ ആ ഒരു ആശയത്തിന്റെ തുടക്കം, അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ വിത്ത് പാകിയത് നമ്മുടെ മാഗ്ന കാർട്ടയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് മാഗ്ന കാർട്ടയെ നമ്മള് ഗ്രേറ്റ് ചാർട്ടർ, റോയൽ ചാർട്ടർ എന്നൊക്കെ വിളിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ മാഗ്ന കാർട്ടയിലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ആണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഹേബിയസ് കോർപ്പസിനെ കുറിച്ച്, ഈ ഡ്യൂ പ്രോസസും റൂൾ ഓഫ് ലോയും ഹേബിയസ് കോർപ്പസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് റിട്സുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ നമ്മളുടെ ഹേബിയസ് കോർപ്പസ് അല്ലെ. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിലും അതിന് പുറമെയും ഹൈക്കോടതിക്കും കൊടുക്കാൻ പറ്റുന്ന റിട്ടുകളാണ്. അപ്പൊ ഈ റിട്ട് പവേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റിട്സിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്നുള്ളത്. അപ്പൊ ഹേബിയസ് കോർപ്പസ് നമ്മളെ ആർക്കും വെറുതെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. വെറുതെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കാരണവും ഇല്ലാതെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ കോടതി ചോദിക്കും വേഴ്സ് ദ ബോഡി, കോപ്സ് എവിടെ എന്നുള്ള രീതിയിൽ ചോദിക്കും. അതാണ് ഹേബിയസ് കോർപ്പസ്. അതിന്റെ തുടക്കം കുറിച്ചത് ഈ മാഗ്ന കാർട്ടയിലാണ്. ഇത് പ്രത്യേകം വരാറുണ്ട്. മാഗ്ന കാർട്ടയാണ് ഹേബിയസ് കോർപ്പസിന് ഒരു തുടക്കം കുറിച്ചത് എന്നുള്ള രീതിയിൽ. അത് നമുക്ക് ഈ ക്ലോസ് 39 കാണാം. നോ ഫ്രീ മാൻ ഈസ് ടു ബി അറസ്റ്റഡ് ഓർ ഇംപ്രിസൺഡ് ഓർ ഡിസീസ്ഡ് ഓർ ഔട്ട്ലോഡ് ഓർ എക്സൈൽഡ് ഓർ ഇൻ എനി അതർ വേ റൂയിൻഡ്, നോ വിൽ വി go against him or send against him except by the lawful judgment of his peers or by the law of the land. അപ്പോ നിയമം വഴി മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ഇംപ്രിസൺ ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. അല്ലാണ്ട് രാജാവിന്റെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ഇവിടെ പ്രത്യേകം ഈ ക്ലോസ് 39 ഓഫ് ദി മാഗ്ന കാർട്ടയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഹേബിയസ് കോർപ്പസ് വളരെയധികം ഡെവലപ്പ് ചെയ്തു. 1679 ബ്രിട്ടനില് ദ ഹേബിയസ് കോർപ്പസ് ആക്ട് എന്ന പേരില് ഒരു ആക്ട് വന്നു ചാൾസ് ദ സെക്കൻഡിന്റെ സമയത്ത്. അപ്പോ ഇവിടെ ഒരു ചെറിയ വിത്ത് പാകിയെന്ന് മാത്രം. പിന്നീടാണ് എല്ലാം അതിന്റെ വളർച്ചയ്ക്ക് ശേഷം അതിന്റെ പ്രോപ്പർ ഫോമിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ നമ്മുടെ മാഗ്ന കാർട്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് നിങ്ങളെ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. വില്യം പിറ്റ് പറഞ്ഞത് ദ ബൈബിൾ ഓഫ് ദി ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് മാഗ്ന കാർട്ടയെ കുറിച്ച് പറഞ്ഞത്. വിൻസ്റ്റൺ ചർച്ചിൽ എന്താ പറഞ്ഞത്? ദ മോസ്റ്റ് ഫേമസ് മൈൽ സ്റ്റോൺ ഓഫ് അവർ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ്. അപ്പോൾ നമ്മളുടെ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്നത്. നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെ PM ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ കുറെ അധികം മോശം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മഹാത്മാ ഗാന്ധിനെ വരെ ആള് മോശം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആൾ രാജ്യത്തിനെ കുറിച്ച് നോക്കുമ്പോൾ ആള് പറഞ്ഞിട്ടുള്ളത് ഇതാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ കിങ് ജോൺ റണ്ണിമീഡ് ഗ്രൗണ്ട്സിൽ വെച്ചിട്ട് ഈ ഒരു മാഗ്ന കാർട്ട ഒപ്പുവെച്ചതിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതിനുശേഷം കാര്യങ്ങൾ അങ്ങോട്ട് പോയി. കിങ് ജോണിന്റെ മേലിൽ ഇങ്ങനെ ഒരു വരുതിയിൽ നിർത്താനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായി. പക്ഷെ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോയി. ആ ഒരു ഡൈനാസ്റ്റി തന്നെ
ഭരിച്ചുപോയി. പക്ഷെ എലിസബത്ത് ദ ഫസ്റ്റ് ആ രാജ്ഞി മരിച്ചപ്പോ ആൾക്ക് മക്കളുണ്ടായിരുന്നില്ല. വെർജിൻ ക്യൂ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വന്നപ്പോ ജെയിംസ് ദ സിക്സ്ത് ഓഫ് സ്കോട്ട്ലൻഡ് രാജാവായി മാറി. അദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ ഇംഗ്ലണ്ടിന്റെ രാജാവായപ്പോ ജെയിംസ് 1 എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1603 അദ്ദേഹം ആ ഒരു ഭരണം ആരംഭിച്ചത്. അങ്ങനെയാണ് സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയോടും മാറുന്നത്. അതിനു മുൻപ് ടുഡോർ ഡൈനാസ്റ്റി ആയിരുന്നു. നമ്മളെ ജെയിംസ് 1 ആണ് സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയിലോട്ട് മാറുന്നത്. നമ്മുടെ ഈ ഒരു തറവാട് അല്ലെങ്കിൽ ഒരു രാജവംശം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. അപ്പോ ഓർക്ക, ജെയിംസ് 1 ആണ് നമ്മുടെ ഈ പറഞ്ഞ സ്റ്റുവർട്ട് ഡൈനാസ്റ്റിക്ക് നമ്മളുടെ ഇംഗ്ലണ്ടില് ഒരു തുടക്കം കുറിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട് ക്രൗൺസ് ഒക്കെ ആയിട്ട് യൂണിയൻ നടത്തുന്നതും ഇദ്ദേഹമായിരുന്നു. അപ്പൊ നമ്മള് ആ ഒരു മാപ്പിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മളുടെ UK തൊട്ടടുത്ത് തന്നെയാണ്. ഒരു നോർത്തേൺ പാർട്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ സ്കോട്ട്ലൻഡിലേക്ക് എത്തുന്നത്. ഇതിൽ തന്നെ പല രാജ്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ UK നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വെയിൽസ് ഉണ്ട്, സ്കോട്ട്ലൻഡ് ഉണ്ട്, നോർത്തേൺ അയർലൻഡ് ഉണ്ട്. ഈ പറഞ്ഞ നമ്മൾ അയർലൻഡ് എന്നുള്ള ദ്വീപ് കാണില്ലേ, ഇതിലെ ആ ഒരു നോർത്തേൺ അയർലൻഡ് എന്നുള്ളത് UK നിൽക്കുന്നത്. അപ്പോൾ സ്കോട്ട്ലൻഡും അതുപോലെ തന്നെ ആ ഒരു ഇംഗ്ലണ്ടും തമ്മിലുള്ള ആ ഒരു മേജറൊക്കെ, ആ ഒരു യൂണിയനൊക്കെ വരുന്നത് ഈ ഒരു ജെയിംസ് 1 സമയത്ത് കൂടി ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഇതാണ് അദ്ദേഹം. അപ്പോൾ ജെയിംസ് 1 സമയത്താണ് ഈ ഒരു ടുഡോർ ഡൈനാസ്റ്റിയിൽ നിന്ന് സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയിലേക്ക് മാറുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മുടെ ജെയിംസ് 1 വന്നു, സ്റ്റുവർട്ട് ഡൈനാസ്റ്റി അങ്ങോട്ടേക്ക് ആരംഭിച്ചു. അപ്പോൾ ജെയിംസ് 1 വന്നപ്പോൾ നമ്മുടെ ജനങ്ങൾ വീണ്ടും ഒരു പെറ്റീഷനായിട്ട് അങ്ങോട്ട് ചെന്നു. ജസ്റ്റ് അവിടെ ഇംഗ്ലണ്ടിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആണ് കുറച്ചും കൂടെ പ്രൊമിനൻ്റ് ആയിട്ട് നിന്നിരുന്നത്. നിങ്ങൾ നമ്മുടെ ചുറ്റും തന്നെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ കാത്തലിക്സ് ഉണ്ട്, പ്രൊട്ടസ്റ്റൻസ് ഉണ്ട്. പ്രൊട്ടസ്റ്റൻസ് ഒരു വിപ്ലവം സൃഷ്ടിച്ചവരാണ്. അതായത് കാത്തലിക്സിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും കറക്റ്റല്ല, കുറെ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഈ ഒരു പ്രശ്നം ഭയങ്കര രൂക്ഷമായിരുന്നു. പ്രൊട്ടസ്റ്റൻസും ഈ പറഞ്ഞ കാത്തലിക്സും തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ അവിടെ ആംഗ്ലിക്കൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അവര് പ്രൊട്ടസ്റ്റൻസിന്റെയും ഓൾമോസ്റ്റ് ഈ കാത്തലിക്സിന്റെ ഇടയിൽ നിൽക്കുന്ന പോലത്തെ ഒരു ടീമാണ്. പക്ഷെ സ്റ്റിൽ ഒരു കാത്തലിക് ഇൻക്ലിനേഷൻ ഉണ്ടെന്നും പറയാം. അപ്പോൾ ആ ഒരു ആംഗ്ലിക്കൻ സൈഡായിരുന്നു ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവര് ആംഗ്ലിക്കൻസ് നടത്തുന്ന കാര്യങ്ങളിൽ പല റിഫോംസും കൊണ്ടുവരണം, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ കാര്യത്തിൽ പല റിഫോംസും കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് പ്യൂരിറ്റാൻ മിനിസ്റ്റേഴ്സ് ആണ് ആവശ്യപ്പെട്ടത്. അതായത് പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ നിന്നുള്ളവരാണ് ആവശ്യപ്പെട്ടത്. ഇവിടെ ചേഞ്ചസ് എന്തൊക്കെ കാര്യത്തിലാണ് ആവശ്യപ്പെട്ടത്? സെറമണീസിന്റെ കാര്യത്തിൽ, ഡിസിപ്ലിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഗവേണൻസിന്റെ കാര്യത്തിൽ. പക്ഷേ രാജാവ് എന്ത് ചെയ്തു? രാജാവ് പറഞ്ഞു നോ ബിഷപ്സ് നോ കിങ്. അദ്ദേഹം പറഞ്ഞു ഈ ഒരു ആംഗ്ലിക്കൻ സഭയ്ക്ക് തന്നെയാണ് ഞാൻ ഇമ്പോർട്ടൻസും കൊടുക്കുക. ഈ ബിഷപ്പൊക്കെ ഉള്ളിടത്തോളം മാത്രമേ രാജാവ് ഉള്ളൂ. അപ്പൊ മതത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പൊ അത് പ്രൊട്ടസ്റ്റൻസിന് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്യൂരിറ്റാൻ വിപ്ലവം എന്നും കൂടെ അറിയപ്പെടുന്നത്. പ്രൊട്ടസ്റ്റൻസിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടുള്ളൊരു വിപ്ലവമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിത് പ്യൂരിറ്റാൻ വിപ്ലവം എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ ഓർക്കുക, ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നുണ്ട്, ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നുണ്ട്, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, പ്യൂരിറ്റാൻ റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയാനും അതുപോലെ തന്നെ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് പറയാനും കാരണമുണ്ട്. ബ്ലഡ്ലെസ് റെവല്യൂഷന്റെ കാര്യം നമ്മൾ ക്ലൈമാക്സിലോട്ട് പറയും. ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രാജഭരണത്തിൽ നിന്നൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്ക് പോയി ജനങ്ങളിലേക്ക് അധികാരം കൊണ്ടുവന്നു എന്ന കാര്യത്തിൽ ഗ്ലോറിയസ് ആണ്. പ്യൂരിറ്റാൻ റെവല്യൂഷൻ എന്ന് പറയാൻ കാരണം ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റൻസിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് എന്നുള്ള കാര്യം കൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജെയിംസ് 1 ഫേം ബിലീഫാണ് അവിടെ എടുത്തു കാണിച്ചത്. അതായത് ചർച്ചിൻ്റെതായിട്ടുള്ള ആ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആള് എടുത്ത് കാണിക്കുകയായിരുന്നു. അത് റോയൽ അതോറിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കുകയായിരുന്നു. അപ്പൊ ഇത് പ്രൊട്ടസ്റ്റൻസിന് ഇഷ്ടാവോ? ഇഷ്ടായില്ല. അത് നമുക്ക് വരുന്ന സ്ലൈഡ്സിൽ കാണാൻ പറ്റും. ആ ഒരു ചരിത്രം മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഓർക്കുക, ഇതൊക്കെ കാരണമാണ് പ്യൂരിറ്റാൻ റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു തീരുമാനവും മറ്റു പല കാര്യങ്ങളും കുറേയധികം പ്രശ്നങ്ങളിലേക്ക് നയിച്ചു.
അത് സ്റ്റുവർട്ട് ഡൈനാസ്റ്റി തുടങ്ങിയപ്പോൾ തൊട്ടുണ്ടായിരുന്നു. അതിലത്തെ ആദ്യത്തെ 2 രാജാക്കന്മാരുടെ സമയത്തും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു. ആ മാഗ്ന കാർട്ട വന്നതോടെ ഒരു പാർലമെന്റ് എന്നുള്ള രീതിയിലോട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവര് നമ്മളുടെ രാജാവായിട്ട് ഭയങ്കരമായിട്ട് ഡിസ്പ്യൂട്ടിലായി. ഞാൻ പറഞ്ഞു അവർ മാഗ്ന കാർട്ട കിങ് ജോൺ ഒപ്പുവെച്ചു എന്ന്. കിങ് ജോണിനെ കൊണ്ട് ഒപ്പുവെച്ചത് നോബിൾസ് ആയിരുന്നു. അതായത് ഒപ്പ് വെപ്പിച്ചത് നോബിൾസ് ആയിരുന്നു. ബാരൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അവരൊക്കെ തന്നെയാണ് ഈ പാർലമെന്റിലും മുൻപന്തിയിൽ നിന്നിരുന്നത്. അപ്പൊ അവരും നമ്മളുടെ രാജാവും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായി. കാരണം രാജാവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് ഇനി നമ്മൾ കോസസ് ഓഫ് ഡിസ്പ്യൂട്ടിൽ നോക്കാൻ പോണേ. ആദ്യം തന്നെ തിയറി ഓഫ് ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കി. ഈ ജെയിംസ് 1 ഒക്കെ, അതുപോലെ തന്നെ ചാൾസ് 1, അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് വന്ന ജെയിംസ് 1 പുത്രനായിട്ട് വന്ന ചാൾസ് 1 അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ അതോറിറ്റി എടുത്തതായിട്ട് പറഞ്ഞത് ദൈവത്തിൽ നിന്നാണ് ഞങ്ങൾ അതോറിറ്റി എന്നുള്ള രീതിയിലാണ്. നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായില്ലേ, ട്രാവൻകൂർ കിങ്ഡത്തില് നമ്മുടെ തിരുവിതാംകൂർ രാജവംശം പറഞ്ഞില്ലേ, പത്മനാഭ സ്വാമിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇവര് ഭരിക്കാനുള്ള അധികാരം ലഭിക്കുന്നതെന്ന്. ഇതുപോലെ തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ചരിത്രം പലപ്പോഴും ആവർത്തിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ പലപ്പോഴും ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോഴും നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പല രാജ്യങ്ങളും മത നേതാക്കന്മാരാണ് ഭരിക്കുന്നത്. അവർ പറയുന്നത് മതമാണ് ഞങ്ങളെ രാജാവാക്കിയത്, അല്ലെങ്കിൽ മതമാണ് ഞങ്ങളെ പ്രസിഡന്റ് ആക്കിയത്, ദൈവമാണ് പ്രസിഡന്റ് ആക്കിയത്. അപ്പൊ അവര് ഡിവൈൻ അതോറിറ്റി അവരും പറഞ്ഞിരുന്നു. അത് ഈ പറഞ്ഞ വ്യക്തികൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായില്ല പാർലമെന്റിന്. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. പാർലമെന്റിനോട് അക്കൗണ്ടബിൾ അല്ല. ഞങ്ങളെ നിയമിച്ചതേ ദൈവമാണ്. ദൈവത്തിനോട് മാത്രമേ ഞങ്ങൾ ഉത്തരം പറയേണ്ട ആവശ്യമുള്ളൂ. ദൈവത്തിനോട് പറയുന്ന ഉത്തരം ജനങ്ങൾ കേൾക്കില്ലല്ലോ. അപ്പൊ പാർലമെന്റ് പറഞ്ഞു ഇത് ശരിയല്ല, ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ദൈവത്തിൽ നിന്നാണ് അധികാരം ലഭിച്ചത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുവഴി നിങ്ങൾ ദൈവത്തിനോട് മാത്രമേ അക്കൗണ്ടബിൾ ആയിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് നമ്മുടെ ഈ പാർലമെന്റ് പറഞ്ഞു. അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവേണൻസ് എന്നുള്ള കോൺസെപ്റ്റുമായിട്ട് ഇത് ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റ് ആയി അല്ലെ, ക്ലാഷ് ആയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ കോമൺ ലോ വേഴ്സസ് റോയൽ അതോറിറ്റി. കോമൺ ലോ എന്നുള്ളത് ലോ ഓഫ് ദ ലാൻഡ് എന്നും കൂടെ അറിയപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, റൂൾ ഓഫ് ലോ, നിയമവാഴ്ച ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് റിസൾട്ടായിട്ട് നമുക്ക് ലഭിച്ചത്. പക്ഷേ നിയമമല്ലായിരുന്നു വാണുകൊണ്ടിരുന്നത്. ഈ 2 സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ സമയത്ത്, അതായത് സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയിലത്തെ രാജാക്കന്മാരുടെ സമയത്ത് പാർലമെന്റും കോർട്സൊക്കെ ഈ ഒരു കോമൺ ലോ അഥവാ ലോ ഓഫ് ദ ലാൻഡ് ആണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റുവർട്ട് രാജാക്കന്മാർ പലപ്പോഴും ഇതിനെ ബൈപ്പാസ് ചെയ്തു, അതിന് മുകളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചു. ഇതും പ്രശ്നം ഉണ്ടാക്കും അല്ലെ. ഞാൻ പറഞ്ഞില്ലേ, രാജാവ് അന്ന് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചെങ്കിലും, കിങ് ജോൺ മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചെങ്കിലും കംപ്ലീറ്റ്ലി അത് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. അന്ന് ഫോളോ അപ്പ് ചെയ്തിരുന്നെങ്കിൽ പിന്നീടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. മേ ബി ഗ്ലോറിയസ് റെവല്യൂഷൻ പോലും ഉണ്ടാവില്ലായിരുന്നു. മേ ബി രാജാക്കന്മാർ തന്നെ ഭരിച്ചാനെ പിന്നീടുള്ള ചെയിൻ എഫക്റ്റ് പോലെ വന്ന അമേരിക്കൻ റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷനും ഒന്നും തന്നെ വരില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇതിനെയൊക്കെ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇത്തരം റെവല്യൂഷൻസ് വന്നതെന്നുള്ള കാര്യം. അപ്പോൾ ഇന്ന് ഭരിക്കുന്ന പല നേതാക്കന്മാരുടെയും ശ്രദ്ധയ്ക്കും കൂടിയാണ് ഈ ചരിത്രം മുന്നോട്ട് വയ്ക്കുന്നത് അല്ലേ. ഇന്ന് നേതാക്കന്മാര് അവരുടെ അധികാരത്തിലും അതിമറന്ന് അവർ നിയമത്തിന് മുകളിലാണെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ വിപ്ലവങ്ങൾ വന്നേക്കാം. വിപ്ലവങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചരിത്രം പഠിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, ചരിത്രം പഠിക്കുന്നത് ഒരിക്കലും മോശവുമല്ല. കാരണം ചരിത്രം എപ്പോഴും ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ചരിത്രത്തെ പഠിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെയധികം യൂസ്ഫുള്ളുമാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയും ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ആ ഒരു വീട്ടിൽ ഭരിക്കുന്നത് അപ്പനാണെങ്കിൽ അപ്പൻ ഇഷ്ടമുള്ള പോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കും, നിങ്ങൾ ചോദ്യം ചെയ്യുമല്ലേ. അത് തന്നെയാണ് കിങ് ജോണിന്റെ സമയത്ത് ചോദ്യം ചെയ്തത്, മാഗ്ന കാർട്ടയിലോട്ട് നയിച്ചത്. പക്ഷേ രാജാക്കന്മാർ പഠിക്കണ്ടേ, രാജാക്കന്മാര് തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്തി പറയിപ്പിക്കുമ്പോൾ അങ്ങോട്ട് സമ്മതിക്കും, അത് കഴിഞ്ഞിട്ട് അത് ഫോളോ അപ്പ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലോട്ട് എത്തിച്ചേരുന്നത്. നമുക്ക് കാണാം. അപ്പോൾ ദ മൊണാർക്സ് സോട്ട് ഫണ്ട്സ് വിത്തൗട്ട് പാർലമെന്ററി അപ്രൂവൽ.
particularly through controversial taxes like tonnage ആൻഡ് പൗണ്ടേജ് ടാക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ടാക്സുകളൊക്കെ എവിടത്തെ ടാക്സുകളാണെന്ന് ഓർത്ത് വെക്കുക. ടണ്ണേജ് ടാക്സും പൗണ്ടേജ് ടാക്സും ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഗ്ലോറിയസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്ത് വെക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെന്റ് പറഞ്ഞു ഇത് രാജാവ് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അപ്പൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളോട് ഓരോ കാര്യങ്ങൾക്കായിട്ട് കാശ് തരാനായിട്ട് ആവശ്യപ്പെടാ, നിങ്ങൾ എതിർക്കില്ലേ? ഇത് തന്നെയാണ് പാർലമെന്റിന് ചെയ്തുള്ളൂ. അപ്പോൾ പാർലമെന്റ് ഇതിനെ കംപ്ലീറ്റ്ലി എതിർത്തു. കാരണം അവർക്കൊന്നും തീരുമാനിക്കാൻ പറ്റണില്ല. ഈ രാജാവ് പറയുന്ന രാജാവിന് അധികാരം കിട്ടിയത് ദൈവത്തിൽ നിന്നാണ്, ദൈവത്തോട് മാത്രം അക്കൗണ്ടബിൾ ആണ്. പക്ഷെ ഭരിക്കുന്നതും കാശ് പിരിക്കുന്നതും ജനങ്ങളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ഇതൊരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ടാക്സേഷൻ ആണ്. ഇത് നമുക്ക് പിന്നീട് കാണാനും കഴിയും. ഈ ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ടാക്സേഷൻ എന്ന് പറഞ്ഞവർ തന്നെ മറ്റൊരു രാജ്യത്തോട് അല്ലെങ്കിൽ അവരുടെ തന്നെ സ്വന്തം കോളനീസിനോട് ഈ ഒരു അൺഓതറൈസ്ഡ് ടാക്സേഷൻ നടത്തി. അതിന്റെ പേരിലാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും. അപ്പോൾ റിലീജിയസ് കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഈ പ്യൂരിറ്റാൻസും ഈ പറഞ്ഞ ആംഗ്ലിക്കൻസ്, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ആംഗ്ലിക്കൻസ്, അവരും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട്. പ്യൂരിറ്റാൻസ് പ്രൊട്ടസ്റ്റൻസ് ആണ്, ഈ ആംഗ്ലിക്കൻസ് ഒരു കാത്തലിക് ഇൻക്ലിനേഷൻ ഉള്ളവരാണ്. അപ്പോൾ ഈ ഒരു ചാൾസ് വൺ എന്ന രാജാവ് ഭയങ്കരമായിട്ട് ആംഗ്ലിക്കൻ ഇൻക്ലിനേഷൻ ഉള്ള ആളായിരുന്നു. ഈവൻ നമ്മുടെ ജെയിംസ് വണ്ണിന്റെ കാര്യത്തിലും കാണാം, ആള് പറഞ്ഞില്ലേ നോ ബിഷപ്സ് നോ കിങ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ചാൾസ് വണ്ണും അതുപോലത്തെ ഒരു നയം തന്നെയാണ് എടുത്തത്. പ്രൊട്ടസ്റ്റൻസിന്റെ ഒരു ഫാക്ഷൻ മാത്രമാണ് പ്യൂരിറ്റാൻസ്, പ്രൊട്ടസ്റ്റൻസ് മുഴുവൻ പ്യൂരിറ്റാൻസ് അല്ല. ഇപ്പൊ നമ്മൾ കാണില്ലേ സീറോ മലബാർ സഭയുണ്ട്, സീറോ മലങ്കര സഭയുണ്ട് കാത്തലിക്സിൽ, അതുപോലെ തന്നെ. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പാർലമെന്റിന് വളരെയധികം ഭയം ഉണ്ടായി. കാത്തലിക് പ്രാക്ടീസസിൽ മൊത്തത്തിലേക്ക് രാജ്യം തിരിച്ചു പോയാലോ? ഒരു വിധത്തിലാണ് നമ്മളുടെ കിങ് ജോൺ എന്ന വ്യക്തിയിൽ നിന്നൊക്കെ കുറെ അധികം കാര്യങ്ങള് മാറ്റം വരുത്താം എന്ന രീതിയിൽ മാഗ്ന കാർട്ട ഒപ്പുവെപ്പിച്ചത്. ഇനിയിപ്പോ മൊത്തത്തിലൊരു കാത്തലിക് സൈഡിലോട്ട് പോയാലോ? ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ BJP ഭരിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ ഇതൊരു ഹിന്ദു രാഷ്ട്രമായി പോയാലോ എന്നുള്ള രീതിയിൽ ഒരു ഭയം നമ്മൾ പലപ്പോഴും കാണിക്കാറുണ്ട്. അത് തന്നെ അവിടെ ഉണ്ടായി. ഒരു കാത്തലിക് സൈഡിലോട്ട് മൊത്തത്തിൽ പോയാലോ? പ്യൂരിറ്റാൻസ് അഥവാ പ്രൊട്ടസ്റ്റൻസ് മൊത്തത്തിൽ സൈഡ് ലൈൻഡ് ആയി പോയാലോ? നമ്മുടെ പാകിസ്ഥാൻ ഉണ്ടായത് എന്തിന്റെ പേരിലാ? മുസ്ലിംസ് മൈനോറിറ്റി ആയി പോയി, അവിടെ ഒരു വിധത്തിലുള്ള അവകാശങ്ങളും അധികാരവും ഇല്ലാത്തവരായി പോയാലോ എന്നുള്ള പേടിക്ക് പുറത്താണ്. ആ പേടിയെയാണ് ജിന്ന പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത്. അത് തന്നെ ഇവിടെ ഈ ഒരു പ്രൊട്ടസ്റ്റൻസിന്റെ ഇടയിലുണ്ടായി, പ്യൂരിറ്റാൻസിന്റെ ഇടയിലുണ്ടായി. ഇവിടെ ആബ്സല്യൂട്ടിസം ആണ് മുന്നോട്ട് പോകണം അല്ലെ? ഞാൻ പറഞ്ഞു ആബ്സല്യൂട്ടിസം എന്ന് പറയുമ്പോൾ എന്താ? ആബ്സല്യൂട്ട് റൂൾ, അതായത് ഞാൻ ഭരിക്കും, ആരും എന്നോട് ചോദിക്കാനോ ഒന്നിനും വരണ്ട, എനിക്ക് അധികാരം കിട്ടിയത് ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിനോട് ഞാൻ പറയാനുള്ളത് പറഞ്ഞോളാം, ജനങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. പാർലമെന്റിൽ ഇപ്പൊ നമുക്ക് സീറോ അവർ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ അവറിലൊക്കെ കുറെ ചോദ്യങ്ങൾ കാണാറുണ്ട് അല്ലെ? അടിയന്തര പ്രമേയം അതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് രാജാവ് ഭരിക്കും, നിങ്ങൾ അനുസരിക്കുക മാത്രം, നിങ്ങൾ പ്രജകൾ മാത്രം. അതൊക്കെ പാർലമെന്റിനെ വളരെയധികം ഒരു ടെൻഷനിലോട്ട് കൊണ്ടുപോയി. കാരണം പാർലമെന്റിന് ഭയങ്കരമായിട്ട് പേടി വന്നു, ഇതൊക്കെ കൂടുതൽ ആബ്സല്യൂട്ടിസത്തിലോട്ട് നയിക്കുമോ? അപ്പൊ അതുകൊണ്ടാണ് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായത്. പിന്നെ ഫോറിൻ പോളിസി ഡിഫറൻസസ്, ഈ ഒരു കാത്തലിക് ഇൻക്ലിനേഷൻ ഫോറിൻ പോളിസിയിലും വന്നു. പാർലമെന്റിന് പ്രൊട്ടസ്റ്റന്റ് സ്റ്റേറ്റ്സിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ഈ സ്റ്റുവർട്ട് രാജാക്കന്മാര് കൂടുതലും കാത്തലിക് പവേഴ്സിന്റെ കൂടെ നിന്ന്. ഇപ്പൊ നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു കോൺഫ്ലിക്റ്റ് വന്ന സമയത്ത് നമ്മൾ കണ്ടു തുർക്കിയൊക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതായിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു തുർക്കി എന്തൊരു ചതിയാണ് കാണിച്ചത്, തുർക്കിക്ക് എർക്ക്വേക്ക് വന്നപ്പോ ഞങ്ങളെല്ലാം സഹായിക്കാനുണ്ടായേ, എന്നിട്ടും എന്തുകൊണ്ട് ചതിച്ചു? അവിടെ റിലീജിയൻ ഭയങ്കരമായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു സ്റ്റുവർട്ട് രാജാക്കന്മാര് റിലീജിയൻ വെച്ചിട്ടല്ല, അവര് ഫാക്ഷൻ, അവര് ആംഗ്ലിക്കൻ കാത്തലിക് ഫാക്ഷൻ വെച്ചിട്ട് അവർ കൂടുതലും കാത്തലിക് കൺട്രീസിനെയാണ് സപ്പോർട്ട് ചെയ്തത്, സ്പെയിൻ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളെ. അപ്പോൾ നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് പ്യൂരിറ്റൻ മിനിസ്റ്റേഴ്സിനൊക്കെ താല്പര്യം പ്രൊട്ടസ്റ്റന്റ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ജർമ്മനി പോലുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ടെൻഷൻ ഉളവാക്കി എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റൈസ് ഓഫ് ദി ന്യൂ ജെൻട്രി. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു പുതിയ ക്ലാസ് ഓഫ് വെൽത്തി ലാൻഡ് ഓണേഴ്സ്, മെർച്ചൻസ്, അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ഒക്കെ വളർന്നു വന്നു. ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ റിനൈസൻസിന്റെയും എൻലൈറ്റൻമെന്റിന്റെ ഒക്കെ കാലം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് ആ ഒരു ഇമ്പാക്റ്റിൽ നിന്ന് വളർന്ന പലരും ഉണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെ വന്നപ്പോൾ പുതിയ പുതിയ ആൾക്കാർ മുൻപന്തിയിലോട്ട് വന്നു തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് കൂടുതലായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വേണം, അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ആ ഒരു ബുദ്ധമതത്തിന്റെ സമയത്ത്, ജൈന മതത്തിന്റെ തുടക്കത്തിലുള്ള സമയത്തൊക്കെ വൈശ്യകൾ ഭയങ്കരമായിട്ട് മുന്നോട്ട് അധികാരത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചരിത്രം നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനും കഴിയും. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്റ്റുവർട്ട് കിങ്സിന്റെ സമയത്ത് ഡിസ്പ്യൂട്ട് ഉണ്ടാകാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ജെയിംസ് വൺ പിന്നെ അത്ര കുഴപ്പക്കാരനായിട്ടുള്ള ഒരു രാജാവല്ലായിരുന്നു, പക്ഷെ ചാൾസ് വൺ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. 1625 ജെയിംസ് വൺ അന്തരിക്കുന്നത്. അതിനുശേഷം ചാൾസ് ദ ഫസ്റ്റ് അധികാരത്തിലേക്ക് വന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ കോൺഫ്ലിക്റ്റ് കൂടി. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇംഗ്ലീഷ് സിവിൽ വാർ നടക്കുന്നത്. അദ്ദേഹം ചെയ്തതിനൊക്കെ പണി കിട്ടുകയും ചെയ്തു. അത് നമ്മൾ വരുന്ന സ്ലൈഡുകളിലായിട്ട് കാണുകയും ചെയ്യും. ഇത് ചാൾസ് 2 ആണ്. ചാൾസ് 2 ഇനി അധികാരത്തിൽ കയറാൻ പോകുന്ന വ്യക്തിയാണ് ഇംഗ്ലീഷ് സിവിൽ വാറിനൊക്കെ ശേഷം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ പെറ്റീഷൻ ഓഫ് റൈറ്റ് 1628 ജൂൺ 7 നമ്മുടെ ജനങ്ങൾ നേരത്തെ മിലിനറി പെറ്റീഷൻ വെച്ചതുപോലെ ഒരു പെറ്റീഷൻ വെച്ചു, പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്നുള്ള പേരിൽ. ഇവിടെ എന്താണ് ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ ആബ്സല്യൂട്ട് കിങ് ഇങ്ങനെ ജനങ്ങളുടെ ആവശ്യം അംഗീകരിക്കാൻ ഇടയായത്? അതിന് കാരണം അദ്ദേഹത്തിന് ഫണ്ട് വേണമായിരുന്നു. സ്പെയിനുമായിട്ട് യുദ്ധമായി 1628. അപ്പൊ ജനങ്ങളുടേതായിട്ടുള്ള സപ്പോർട്ട് വേണം, മിലിറ്ററിയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. അതിനുവേണ്ടി ആളങ്ങനെ ദൈവത്തിൻ്റെതായിട്ടുള്ള ചോയ്സിലൂടെ വന്ന വളരെ ദൈവികമായിട്ടുള്ള സ്ഥാനത്ത് ഇരുന്നിരുന്നിടത്ത് നിന്ന് തിരിച്ച് പാർലമെന്റിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം എന്നുള്ള കാര്യം. അപ്പോൾ പാർലമെന്റ് പറഞ്ഞു, കാര്യങ്ങൾ ഞങ്ങൾ തരാം, ഞങ്ങൾ യുദ്ധത്തിൽ സഹകരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, അത് നിങ്ങൾ അംഗീകരിക്കണം. അപ്പോൾ വെറുതെ അല്ല നമ്മുടെ ഈ പറഞ്ഞ പെറ്റീഷൻ ഓഫ് റൈറ്റ് ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചത്, അത് ഇവിടെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണെന്നുള്ള കാര്യം കൂടെ ഓർക്കണം. ഇവിടെ പാർലമെന്റ് പറഞ്ഞു കുറച്ച് ലീഗൽ റൈറ്റ്സും ലിബർട്ടീസും ഒക്കെ നിങ്ങൾ അംഗീകരിക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ പറഞ്ഞ ഫണ്ടും മിലിറ്ററി ഒക്കെ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ചാൾസ് വൺ അദ്ദേഹത്തിന് അധികാരം കിട്ടിയപ്പോൾ കൂടുതലും അദ്ദേഹം പാർലമെന്റിനെ ഉൾപ്പെടുത്താണ്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പാർലമെന്റ് കുറച്ച് റൈറ്റ്സ് വേണമെന്ന് ആവശ്യപ്പെടുന്നതായിട്ട്. വെറുതെ അല്ല ചോദിച്ചേ, ഒന്നും കൊടുക്കാത്തോണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹം പാർലമെന്റിന്റെ കൺസെന്റ് ഇല്ലാതെ ടണ്ണേജ് പോലെയുള്ള ടാക്സുകളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നേരെ ട്രയൽ ഇല്ലാതെ പിടിച്ചകത്തിടുമായിരുന്നു. മാഗ്ന കാർട്ടയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതായത് ട്രയൽ പ്രോപ്പറായിട്ട് വേണം. ആള് പാലിക്കുന്നുണ്ടോ? ക്ലോസ് 39 പാലിക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് ആബ്സല്യൂട്ടിസ്റ്റിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ ഉണ്ടായതും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സോൾജേഴ്സിനെയൊക്കെ പ്രൈവറ്റ് ഹോംസിൽ പാർപ്പിക്കുക, അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ നടത്തുക, ഈ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ നടന്നതുകൊണ്ടാണ് നമ്മുടെ പാർലമെന്റ് കാശ് ചോദിച്ചപ്പോൾ പ്രോപ്പറായിട്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ അവിടെ മുന്നോട്ട് വെച്ചത്. കാരണം ഇത് ഒപ്പിട്ട് കഴിഞ്ഞാലാണ് ഇത് പാലിക്കുള്ളൂ എന്ന് പാർലമെന്റിന് ഉറപ്പായിരുന്നു. അതുവരെയുള്ള ഭരണം നല്ല അലമ്പ് ഭരണമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഉണ്ടായത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ എന്തൊക്കെയാണ് ചോദിച്ചതെന്നുള്ള കാര്യം. നോ ടാക്സേഷൻ വിത്തൗട്ട് പാർലമെന്റ്സ് കൺസെന്റ്, അതുപോലെ തന്നെ നോ ഇംപ്രിസൺമെന്റ് വിത്തൗട്ട് കോസ് ഷോൺ, അതായത് ആർബിട്രറി അറസ്റ്റ് പാടില്ല. നോ ക്വാർട്ടറിംഗ് ഓഫ് സോൾജേഴ്സ് ഇൻ പ്രൈവറ്റ് ഹോംസ് വിത്തൗട്ട് കൺസെന്റ്, അതായത് ജനങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പടയാളികൾ അല്ലെങ്കിൽ ഭടന്മാരെ ഒരു വിധത്തിലുള്ള ചോദ്യം ചോദിക്കാതെ നിർത്താൻ പറ്റില്ല. നോ മാർഷ്യൽ ലോ ഇൻ പീസ് ടൈം, സമാധാനത്തിൻ്റെതായിട്ടുള്ള സമയത്ത് സമാധാനവുമായിട്ട് മുന്നോട്ട് പോകണം, പട്ടാള ഭരണം കൊണ്ടുവരരുത്. രാജാവിന് ഇഷ്ടമുള്ള പല കാര്യങ്ങൾ ചെയ്യരുത്. മാഗ്ന കാർട്ടയിലും കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്, ഇവിടെയും കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. മാഗ്ന കാർട്ടയിൽ കൊണ്ടുവന്നു, പക്ഷെ രാജാവ് പാലിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ,
അല്ലെങ്കിൽ ചെറിയൊരു അമെൻമെന്റോ എന്തെങ്കിലും കാര്യം മാത്രം മതിയായിരുന്നു. അപ്പോൾ ചാൾസ് ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്യാനായിട്ട് ഫണ്ട് വേണം. അതിന് വേണ്ടിയിട്ട് ആൾ എന്ത് ചെയ്തു, ആൾ ആദ്യം ഒന്ന് ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, ഇവരുടെ ഇതൊന്ന് സമ്മതിച്ചു കൊടുത്തേക്കാം, പിന്നെ ഭരണം എൻ്റെ കയ്യിൽ തന്നെയാണല്ലോ, ആബ്സല്യൂട്ട് മൊണാർക്കി ആബ്സല്യൂട്ടിസം ആണല്ലോ. അപ്പൊ അങ്ങനെ ചാൾസ് ഫസ്റ്റ് ഒന്ന് അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ പെറ്റീഷൻ ഓഫ് റൈറ്റ് അദ്ദേഹം അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വാങ്ങിച്ചു, സ്പെയിനുമായിട്ട് യുദ്ധം ചെയ്തു. പക്ഷെ ഇത് ആത്മാർത്ഥത ഇല്ലാത്ത പരിപാടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ കോച്ചിങ് ക്ലാസ്സുകാരുടെ കാര്യത്തിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, പലപ്പോഴും മാർക്കറ്റ് ചെയ്യും, ഈവൻ ബിസിനസ്സിൽ കാണാൻ പറ്റും, മാർക്കറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചകത്തോട്ട് വെക്കും. അതൊരു ടെമ്പററി ആയിട്ടുള്ള ഡെഡിക്കേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മെസ്സേജ് അയക്കാൻ സമയമില്ല, കോൾ എടുക്കാൻ സമയമില്ല. അത് തന്നെയാണ് ചാൾസ് ദ ഫസ്റ്റും ചെയ്തത്. അപ്പോൾ ചാൾസ് ദ ഫസ്റ്റ് എന്ത് ചെയ്തു, തൽക്കാലത്തേക്ക് ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവത്തിന് അങ്ങോട്ടേക്ക് അനുകൂലിച്ചു കൊടുത്തു. ആള് സിമ്പിളായിട്ട് ചെയ്തത്. പാർലമെന്റിന്റെ തീരുമാനമൊക്കെ വേണമെന്ന് പറഞ്ഞില്ലേ, എന്നാ ശരി പാർലമെന്റ് തന്നെ അങ്ങോട്ട് പിരിച്ചുവിട്ടേക്കാം. അതാണ് നമ്മളുടെ ചാൾസ് ദ ഫസ്റ്റ് ചെയ്തത്. ആള് പാർലമെന്റിനെ അങ്ങോട്ടേക്ക് ഡിസോൾവ് ചെയ്തു. ആ ഒരു സമയത്ത് 11 വർഷത്തേക്ക് ആള് പാർലമെന്റ് ഇല്ലാതെ ഭരിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. ഈ ഒരു കാലഘട്ടത്തെയാണ് 11 years ടിറനി എന്ന് പറയുന്നത്. രാജാവിൻ്റെതായിട്ടുള്ള ഇഷ്ടപ്രകാരം അങ്ങോട്ടേക്ക് ഭരിച്ചു. പ്യൂരിറ്റാൻസും എല്ലാവരും മണ്ടന്മാരായി. അവർ വിചാരിച്ച് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് രാജാവ് അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ കാശ് കൊടുത്താൽ എന്താ, ഇനി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഉള്ള ഒരു ഭരണം കിട്ടുമല്ലോ, രാജാവ് കുറച്ചും കൂടെ ആൻസറബിൾ ആയിരിക്കുമല്ലോ, ഇനി പറയില്ലല്ലോ ദൈവത്തിന്റെ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന്. പക്ഷെ ഉൾട്ടയായിട്ടാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. നമ്മുടെ ചാൾസ് ദ ഫസ്റ്റ് ഒരു ആബ്സല്യൂട്ട് മൊണാർക്കായിട്ട് തന്നെ ഭരിച്ചു. പാർലമെന്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല, ഒരു വിധത്തിലുള്ള പാർലമെന്ററി കൺട്രോളിനും വിധേയനാവുകയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ളവരെ പിടിച്ച് അകത്തിടും, ആൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ജയിലിലാണ്, ചിലപ്പോൾ കൊന്നൊന്നും വരാം. അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ ചാൾസ് ഒന്നാമൻ രാജാവിന്റെ അഡ്വൈസർ ആയിട്ടുണ്ടായിരുന്നത് ആർച്ച് ബിഷപ്പ് വില്യം ലോർഡായിരുന്നു. ചാൾസ് ദ ഫസ്റ്റിന്റെ ഒരു ക്ലോസ് അഡ്വൈസർ ആയിട്ടാണ് നിന്നത്. അദ്ദേഹം വളരെയധികം ഈ ആംഗ്ലിക്കനിസത്തിനെ പ്രമോട്ട് ചെയ്തു, പ്യൂരിറ്റാൻസിനെ പേഴ്സിക്യൂട്ട് ചെയ്തു. അത് വന്നപ്പോ എന്തായി, കോൺഫ്ലിക്റ്റ് കൂടി. ഇപ്പൊ നമ്മൾ പറഞ്ഞു 1628 കഴിഞ്ഞു, ചാൾസ് ദ ഫസ്റ്റ് വന്നപ്പോ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇനിയിപ്പോ ചാൾസ് ദ ഫസ്റ്റ് ആ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിന് ശേഷമുള്ള കാര്യം ഇപ്പൊ ചതിയാണ്. നമ്മളോട് ആ റൗളറ്റ് ആക്ടിന്റെ സമയത്ത് ചെയ്ത പോലത്തെ ഒരു ചതിയാണ് ഇവിടെ നടക്കണേ അല്ലേ. അപ്പൊ ആ ചതി നടന്നപ്പോ ജനങ്ങള് കൂടുതൽ രോഷാകുലരായി എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. ഇത് മാത്രമൊന്നല്ലായിരുന്നു, ചാൾസ് ദ ഫസ്റ്റ് കുറെ അധികം റിപ്രസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു സ്റ്റാർ ചേംബർ. ഈ സ്റ്റാർ ചേംബർ എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിയമവാഴ്ച, റൂൾ ഓഫ് ലോ എന്നൊക്കെ മാഗ്ന കാർട്ടയിലും പെറ്റീഷൻ ഓഫ് റൈറ്റ്സിലൊക്കെ മേജർലി എടുത്തു പറയാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ, അതിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബൈപ്പാസ് ചെയ്യും, നിയമത്തിനെ ബൈപ്പാസ് ചെയ്യുക. കോമൺ ലോ അഥവാ ലോ ഓഫ് ദ ലാൻഡ് ഒന്നും അല്ല വലുത്, രാജാവാണ് വലുത്. ഞാൻ ദൈവത്തിൽ നിന്ന് അധികാരം ലഭിച്ചവനാ, ഞാൻ ആരോടും ആൻസറബിൾ അല്ല, എനിക്ക് മുകളിൽ നിയമം പോലും ഇല്ല എന്നാണ് സ്റ്റാർ ചാംബർ വഴി അദ്ദേഹം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചത്. അദ്ദേഹം ഡിസെൻഡേഴ്സിനെയൊക്കെ പണിഷ് ചെയ്തു, അദ്ദേഹത്തിനെതിരെ വരുന്നവരെയൊക്കെ ഇല്ലാണ്ടാക്കുക, ഹാർഷ് ഫൈൻസ് ഇട്ടു, ഇംപ്രിസൺമെന്റ് ഇട്ടു, ഒരു വിധത്തിലുള്ള ട്രയലും ഇല്ലാണ്ട്. ഹേബിയസ് കോർപ്പസിനെ കുറിച്ച് മാഗ്ന കാർട്ടയിലെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു, അതൊന്നും ഇവിടെ ഇല്ല. അതിനുശേഷം കൗൺസിൽ ഓഫ് ദ നോർത്ത് എന്ന പേരിൽ ഒരു കൗൺസിൽ ഉണ്ടാക്കി. ഇതെന്തിനാ, നോർത്തേൺ ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ സ്കോട്ട്ലൻഡിന്റെ ആ ഒരു ഭാഗത്തോട് ചേർന്നിട്ടുള്ള പ്രദേശം, ആ പ്രദേശത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് ലോക്കൽ ജസ്റ്റിസ് സിസ്റ്റത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കോർട്ട് ഓഫ് ഹൈ കമ്മീഷനും ആൾ കൊണ്ടുവന്നു. അതൊരു റിലീജിയസ് കോർട്ടായിരുന്നു. കൂടുതൽ പേരെയും ആംഗ്ലിക്കൻ പ്രാക്ടീസസിലേക്ക് കൊണ്ടുവരിക. ഞാൻ പറഞ്ഞില്ലേ, ആ അഡ്വൈസറും ആംഗ്ലിക്കനിസത്തിനെയാണ് പ്രൊമോട്ട് ചെയ്തത്. ഇവിടെയാണ് ആ ക്രിസ്തു മതത്തിലെ തന്നെ ഫാക്ഷൻസ് തമ്മിലുള്ള പ്രശ്നം കൂടിയായിട്ട് ഈ ഒരു വിപ്ലവം മാറുന്നത്. അപ്പോൾ നിങ്ങൾ ആംഗ്ലിക്കൻ സഭയെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കും വേണ്ട. ഇപ്പോൾ ചില സമയത്ത് BJP എന്ന പാർട്ടിനോട് എതിർക്കുന്നവരോട് പറയില്ലേ, നിങ്ങൾ പാകിസ്ഥാനോട് പൊക്കോളാൻ, അതുപോലെ ആയിരുന്നു ഈ ഒരു പ്യൂരിറ്റാൻസിന്റെ അവസ്ഥ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം സ്കോട്ട്ലൻഡിൽ ക്രൈസിസ് വന്നു. നോർത്തിൽ ഭയങ്കരമായിട്ട്
കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞു അല്ലെ, കൗൺസിൽ ഓഫ് ദ നോർത്ത് വഴി. അപ്പോൾ അതങ്ങോട്ടേക്ക് പ്രോപ്പറായിട്ട് പോയില്ല. സ്കോട്ട്ലൻഡിൽ ക്രൈസിസ് വന്നു. അപ്പോൾ അതെ രാജാവ് വീണ്ടും ആവശ്യക്കാരനായി. മുൻപ് രാജാവിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ രാജാവ് പാർലമെന്റിനെ ചതിച്ചിട്ടുണ്ടായിരുന്നു. രാജാവ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല വീണ്ടും പാർലമെന്റിൻ്റെതായിട്ടുള്ള ആവശ്യം അദ്ദേഹത്തിന് വരുന്നു. അപ്പോ ഈ ഒരു സ്കോട്ട്ലൻഡില് ആംഗ്ലിക്കൻ വേർഷിപ്പ് ചാൾസ് ദ ഫസ്റ്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് സ്കോട്ട്ലൻഡില് ബിഷപ്സ് വാറിലേക്ക് നയിച്ചു. അദ്ദേഹത്തിന്റെ അൺപോപ്പുലർ ആയിട്ടുള്ള റിലീജിയസ് പോളിസീസും പവർ ഗ്രാബിൻ നോർത്തും വലിയ രീതിയിലുള്ള പ്രശ്നമായി മാറി. ഇപ്പതേ രാജാവിന് വീണ്ടും പാർലമെന്റിനെ വേണം. ഇപ്പൊ പറയാൻ പറ്റില്ല ദൈവം വന്ന് രക്ഷിക്കുന്നു പറയാൻ പറ്റില്ല. യുദ്ധം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള മാലാകമാര് വന്നിട്ട് യുദ്ധം ചെയ്യില്ലല്ലോ, മനുഷ്യർ തന്നെ വേണം. അപ്പോൾ മനുഷ്യരാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു പാർലമെന്റിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹം പാർലമെന്റിലേക്ക് തിരിച്ചു ചെന്നു. അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ റൂയിൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആർമിയും അൺപ്രിപ്പയർഡ് ആണ് അല്ലെ. പാർലമെന്റ് സഹകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് എക്സിസ്റ്റൻസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് തിരിച്ചു വരുന്നത്. ഇത് പിന്നീടുള്ള പല ഭരണത്തിലും നമുക്ക് കാണാൻ കഴിയും അല്ലെ. ചിലപ്പോ നമ്മള് ജനങ്ങളെ ഭയങ്കരമായിട്ട് പിഴിഞ്ഞു കഴിഞ്ഞിട്ട് ജനങ്ങൾ കൂടെ നിൽക്കുന്നില്ല, ഇലക്ഷനിലൊന്ന് വോട്ട് കുറഞ്ഞു എന്ന് കാണുമ്പോൾ എന്തുണ്ടാവും, പാർട്ടി തീരുമാനം ഒന്ന് മാറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ ചാൾസ് ദ ഫസ്റ്റ് എന്ന രാജാവ് ചെയ്തത്. അങ്ങനെയാണ് ലോങ് പാർലമെന്റിലേക്ക് നയിച്ചത്. 11 വർഷത്തോളം പാർലമെന്റ് ഒന്നും ഇല്ലാണ്ടാണ് അദ്ദേഹം ഭരണം നടത്തിയതെങ്കിൽ ദേ ഇപ്പൊ സ്കോട്ട്ലൻഡിൽ പ്രശ്നം ഉണ്ടായപ്പോ പാർലമെന്റിന്റെ അടുത്തേക്ക് തിരിച്ചു വരികയും അങ്ങനെ പാർലമെന്റ് കുറേയധികം നാളുകളിലേക്ക് ഉണ്ടാവുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ ലോങ് പാർലമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ പാർലമെന്റ് കുറച്ചും കൂടെ പവർഫുള്ളായി. റോയൽ പവറിന് മേല് ഒരു ലിമിറ്റ് അവരാവശ്യപ്പെട്ടു. അതിനുശേഷം നേരിട്ട് രാജാവുമായിട്ട് തന്നെ എതിരിടാൻ അവർ തീരുമാനിച്ചു. കാരണം ഇതുവരെ അവരുടെ പവർ അവര് പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ടില്ല. മുൻപും പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒരു പെറ്റീഷൻ ആയിട്ട് വെക്കുന്നു. അത് രാജാവ് വേണ്ടെന്ന് വെച്ചപ്പോൾ, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കല്ലേ ചെയ്തത്, അനുകൂലിച്ചു, അംഗീകരിച്ചു. പക്ഷെ അത് ആത്മാർത്ഥത കാണിച്ചില്ല. അങ്ങനെ ചെയ്തപ്പോ ജനങ്ങൾക്കൊന്നും ചെയ്യാനുണ്ടായില്ല, പാർലമെന്റിനൊന്നും ചെയ്യാനുണ്ടായില്ല. പക്ഷെ ഇപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി രാജാവിന്റെ ആവശ്യങ്ങൾക്കായിട്ട് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഇതാണ് ടൈം, ഇതാണ് രാജാവിനെ കൺട്രോൾ ചെയ്യാനുള്ള ടൈം എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ആ ഒരു ലോങ് പാർലമെന്റിലോട്ട് നയിക്കുന്നതും ഒരു 2 വർഷത്തിനുള്ളിൽ അവിടെ സിവിൽ വാർ നടക്കുന്നതും. ഈ സിവിൽ വാറിൽ അവർ 2 സൈഡ്സ് എടുത്തു. പാർലമെന്റിനെ അനുകൂലിക്കുന്നവര് റൗണ്ട് ഹെഡ്സ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതേസമയം രാജാവിനെ അനുകൂലിക്കുന്നവര് കവലിയേഴ്സ് എന്ന പേരിൽ അറിയാൻ തുടങ്ങി. ഈ ഒരു റൗണ്ട് ഹെഡ്സ് എന്ന് പറയുന്നവര് അവർ കുറച്ച് മുടിയൊക്കെ ഷോർട്ടായിട്ടൊക്കെയാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. അവരാണ് ഈ റൗണ്ട് ഹെഡ്സ്. പാർലമെന്റ് ആണ് ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളവര്. കവലിയേഴ്സ് പറഞ്ഞു രാജാവ് തന്നെ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ 2 ഫാക്ഷൻസ് ആയിട്ട് അവര് യുദ്ധത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങി. സിവിൽ വാർ, ആഭ്യന്തരമായിട്ടുള്ള യുദ്ധം, ഫുൾ യുദ്ധമല്ല. ഇവിടെ രാജാവിന്റെ ആ ഒരു ആർമീനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ജനങ്ങളും ഒരു ആർമീനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലോട്ടൊക്കെ എത്തുന്നുണ്ട്. അതിനു മുൻപായിട്ട് രാജാവ് ഒരു സ്കോട്ട്ലൻഡിനെതിരെയുള്ള ആ ഒരു യുദ്ധത്തിനായിട്ട് ആർമീനെ സെറ്റ് ചെയ്തു. ഈ ഇംഗ്ലീഷ് സിവിൽ വാറിൽ നടക്കുന്നത് ഓഗസ്റ്റ് 1642 നടക്കുന്നത്. കവലിയേഴ്സും റൗണ്ട് ഹെഡ്സും തമ്മിലുള്ള യുദ്ധമായിരുന്നു. നമ്മുടെ റൗണ്ട് ഹെഡ്സ് ഒരു പുതിയ ആർമീനെ കൂടെ ക്രിയേറ്റ് ചെയ്തു. രാജ്യത്തിൻ്റെതായിട്ടുള്ള ആർമി ഉണ്ട്. റൗണ്ട് ഹെഡ്സിന്, അതായത് പാർലമെന്റ് ഭരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ആർമിയുണ്ട്. അവരൊരു പ്രൊഫഷണൽ ആർമി തന്നെ ക്രിയേറ്റ് ചെയ്തു. ആരാണ് അതിനെ ഹെഡ് ചെയ്തത്? ഒലിവർ ക്രോംവെല്ലാണ് അതിനെ ഹെഡ് ചെയ്തത്. ഒലിവർ ക്രോംവെല്ല് ലീഡർഷിപ്പ് കൊടുത്ത ഈ ഒരു ആർമി, ആ ഒരു റൗണ്ട് ഹെഡ്സ്, അങ്ങനെ രാജാവിനെ തോപ്പിച്ചു. അതാണ് സിവിൽ വാർ എൻഡ് ചെയ്തത്. അത് നമ്മുടെ ഈ ഒരു രാജ്യത്തെ വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി. രാജാവും പാർലമെന്റും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് കുറെ നാളുകളായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ. മാഗ്ന കാർട്ടയിൽ തൽക്കാലത്തേക്ക് ഒരു ശമനം വന്നെങ്കിലും പിന്നീട് സ്റ്റുവർട്ട് രാജാക്കന്മാർ വന്നപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. 1603 അവർ തുടങ്ങിയപ്പോ തൊട്ട് പ്രശ്നമാണ്. 28 പാർലമെന്റിനെ പച്ചയ്ക്ക് വഞ്ചിച്ചു അല്ലെ. അപ്പോ ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒടുക്കം വന്നത് ഈ ഒരു സിവിൽ വാർ തീർന്നതോടുകൂടിയാണ്. ഒലിവർ ക്രോംവെല്ല് മുന്നിൽ നിന്ന് നയിച്ച് ആ ഒരു സിവിൽ വാറിൽ വിജയം വരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
ആ ഒരു സിവിൽ വാർ കഴിഞ്ഞതിന് ശേഷം പാർലമെന്റിന്റെ കയ്യിലേക്ക് അധികാരം വന്നു. അങ്ങനെ അധികാരം വന്നപ്പോൾ അവർ പല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് തീരുമാനിച്ചു. ഹൗസ് ഓഫ് കോമൺസ് എന്ന പേരിൽ അവര് ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. ആ ഹൗസ് ഓഫ് കോമൺസില് രാജാവിനെ കൊല്ലാനായിട്ട് ഒരു തീരുമാനം എടുക്കാൻ അവര് പ്ലാൻ ഇട്ടു. ആ തീരുമാനം എടുക്കുന്ന മീറ്റിംഗിലേക്ക് അവര് മറ്റാരെയും, അതായത് അവരുടെ ആ ഒരു തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യാത്തവരെ ആരെയും കടത്തിവിട്ടില്ല. കേണൽ തോമസ് പ്രൈഡ് ആണ് സോൾജേഴ്സിനെയും കൂടി ചെന്നിട്ട് സെന്റ് സ്റ്റീഫൻസ് ചാപ്പലിന് മുന്നിൽ ആൾക്കാരെ തടയാനായിട്ട് നിന്നത്. അപ്പോ പാർലമെന്റില് രാജാവിനെ കൊല്ലണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രമേ കയറിയിട്ടുള്ളൂ. അങ്ങനെ അവര് കയറിയിട്ട് തീരുമാനിച്ചു, ഇനി രാജാവിനെ നമുക്ക് അങ്ങോട്ട് വധിക്കാം. അത് മാത്രമല്ല, ഒരു പുതിയ കൈൻഡ് ഓഫ് പാർലമെന്റ് തന്നെ ഉണ്ടായെന്ന് പറയാം. റംപ് പാർലമെന്റ് എന്നാണ് നമ്മൾ അതിനെ പറയാ. ആർമിയാണ് അതിനെ ഫുള്ളി കൺട്രോൾ ചെയ്യുന്നത്. ആർമി എന്ന് പറയുമ്പോൾ ആർമിനെ ലീഡ് ചെയ്യേണ്ട ആരാ? ഒലിവർ ക്രോംവെൽ ആണ്, അല്ലെ? അപ്പൊ അദ്ദേഹം തന്നെ മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു സിസ്റ്റമാണ് രാജ്യത്തെ തന്നെ നിർണയിക്കുന്ന പാർലമെന്റിനെ ലീഡ് ചെയ്യുന്നത്. റംപ് പാർലമെന്റ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. ഇവിടെയും ഒരു പ്രശ്നം ഉണ്ടായി. മുൻപ് രാജാവായിരുന്നു ഒരു ആബ്സല്യൂട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെ? ഒരു ആബ്സല്യൂട്ടിസം കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോറി, ഞാൻ പറഞ്ഞത് നേരത്തെ തെറ്റിന്ന് തോന്നുന്നു. ആബ്സല്യൂട്ടിസം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒലിവർ ക്രോംവെല്ലും ഓൾമോസ്റ്റ് ആബ്സല്യൂട്ടിസത്തിലൂടെ തന്നെ പോയി തുടങ്ങി. ഒരു ഡിക്റ്റേറ്റർഷിപ്പിലോട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ഒരു റിപ്പബ്ലിക് ഉണ്ടാക്കുന്നതാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഒലിവർ ക്രോംവെൽ ആക്ച്വലി ഒരു ഡിക്റ്റേറ്റർഷിപ്പിലോട്ട് പോകുന്ന നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതാണ് രാജാവിനെ കൊന്നതിൻ്റെതായിട്ടുള്ള ആ ഒരു റെപ്രസെന്റേഷൻ. ജനങ്ങൾക്ക് മുൻപിലിട്ട് രാജാവിനെ കൊന്നു. ആലോചിച്ച് നോക്കിയേ, ആ ഒരു രാജ്യം ഭരിച്ചിരുന്ന വ്യക്തി ജനങ്ങളുടെ മുന്നിൽ കൊല്ലപ്പെടുകയാണ്. ആബ്സല്യൂട്ടിസത്തിന്റെ ദി എൻഡ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചിത്രമായിരുന്നു അത്. പക്ഷെ രാജാവ് ആബ്സല്യൂട്ടിസം വിട്ടപ്പോ ഈ പറഞ്ഞ വിപ്ലവം നയിച്ച വ്യക്തി തന്നെ ആബ്സല്യൂട്ടിസത്തിലോട്ട് കടന്നു. അതുകൊണ്ടാണ് ഇതൊന്നും ഗ്ലോറിയസ് റെവല്യൂഷന്റെ ഭാഗമല്ല. ഗ്ലോറിയസ് റെവല്യൂഷനിലോട്ട് നമ്മൾ വരണേ ഉള്ളൂ. അപ്പോ ഇതൊരു സിവിൽ വാറിന്റെ എൻഡിങ് മാത്രമാണ്. അങ്ങനെ ചാൾസ് ദ ഫസ്റ്റിന് ജനുവരി 30, 1649 എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ ട്രീസന്റെ പേരിൽ അദ്ദേഹത്തിനെ കൺവിക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്തത്. അദ്ദേഹത്തിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരും തടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തോമസ് പ്രൈഡ്സ് പേർജ് എന്നുള്ള ആ ഒരു കാര്യം നടന്നത്. പലപ്പോഴും ചോദ്യമായിട്ട് വരാറുണ്ട് ഈ ഒരു തോമസ് പ്രൈഡ്സ് പേർജിനെ കുറിച്ചിട്ട്. ഓർത്ത് വെക്കുക, ഇംഗ്ലണ്ടിലാണ് നടന്നത് എന്നുള്ള കാര്യം. അങ്ങനെ ഒരു ഇംഗ്ലീഷ് മൊണാർക്ക് അവിടെ വെച്ച് എക്സിക്യൂട്ടഡ് ആവാണ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് എന്നൊക്കെ പറയാം, അല്ലെ? പിന്നെ ഒരു കാര്യം കൂടെ ഈ പാർലമെന്റ് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ കുറെ കാര്യങ്ങള് സമ്മതിച്ചെങ്കിലും അതിനോട് ആത്മാർത്ഥത പുലർത്താതിരിക്കല്ലേ ഈ രാജാവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സ്കോട്ട്ലൻഡിലത്തെ ആവശ്യം വന്നില്ലേ, അപ്പൊ തന്നെ ലോങ് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ പാർലമെന്റിനെ രാജാവിന് ഇഷ്ടമുള്ള പോലെ ഇനി ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ നമ്മൾ കണ്ടു ആ ഒരു ടിറനിയുടെ കാലഘട്ടം എന്നുള്ള രീതിയിൽ 9 വർഷങ്ങൾക്കല്ല 11 വർഷങ്ങളോളം പാർലമെന്റ് ഇല്ലാതെ രാജാവ് ഭരണം നടത്തിയതിനെ കുറിച്ച്. അപ്പൊ ഇനി അങ്ങനെ പാടില്ല. അതുകൊണ്ട് 3 വർഷം കൂടുമ്പെങ്കിലും പാർലമെന്റ് കൂടിയിരിക്കണം. ആ ഒരു പാർലമെന്റിനെ കിങ്ങിന് ഒരിക്കലും പാർലമെന്റിന്റെ സമ്മതമില്ലാതെ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല എന്നും കൂടെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഇതും ചാൾസ് വണ്ണിന് ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഓർത്ത് വെച്ചോളാം. ഇത് നമ്മുടെ സിവിൽ വാറിന് മുൻപ് തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ സിവിൽ വാർ കഴിഞ്ഞു. നമ്മുടെ ചാൾസ് വണ്ണിനെ കൊന്നൊടുക്കി. ഒലിവർ ക്രോംവെലിന്റെ കീഴിലുള്ള റംപ് പാർലമെന്റ് ആണ് അവിടെ ഉള്ളത്. അങ്ങനെ ആ ഒരു റംപ് പാർലമെന്റ് ഒരു കോമൺവെൽത്ത് ഗവൺമെന്റ് കൊണ്ടുവന്നു. ഇംഗ്ലണ്ട് ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രഖ്യാപിച്ചു. ഒലിവർ ക്രോംവെൽ അറിയപ്പെട്ടിരുന്നത് ഇംഗ്ലീഷ് നെപ്പോളിയൻ എന്നുള്ള പേരിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് റംപ് പാർലമെന്റ് റൂൾ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇതാണ് നമ്മുടെ ഒലിവർ ക്രോംവെല്. ഒലിവർ ക്രോംവെല് ഒരു പാർലമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള റിപ്പബ്ലിക് കൊണ്ടുവരുന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെ? നമ്മളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവാതല്ലേ? രാജാവിനെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കണു, രാജാവിനെ കൊന്നൊടുക്കുന്നു, അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ കയ്യിലേക്ക് പവർ വരുന്നു. ഇതല്ല പക്ഷെ ഒലിവർ ക്രോംവെൽ ചെയ്തത്. ഇത് പല രാജ്യങ്ങളിലും പിന്നീട് നമുക്ക് കാണാൻ കഴിയും. പല രാജ്യങ്ങളിലും അവിടെ ആ ഒരു വിപ്ലവം നയിച്ചിരുന്നവര് ഒടുക്കം അധികാരം സ്വന്തം കയ്യിലോട്ട് എടുക്കുന്നത് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും കുറെ അധികം വർഷങ്ങള് അധികാരം കൈയടക്കി വെക്കുന്നത്. ഈവൻ റഷ്യയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും കുറെ അധികം വർഷങ്ങൾ പിന്നീട് അവർ കൈയടക്കി വെക്കും. അവർ പറയും ബാക്കിയുള്ളവർക്കൊന്നും ഭരിക്കാനുള്ള ഒരു ബോധമില്ല,
ഞാനാണ് ഏറ്റവും സുപ്രീം ലീഡർ, ഞാനാണ് ഈ രാജ്യത്തിന് ഈ ഒരു സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്, അതുകൊണ്ട് ഞാൻ ഭരിക്കും. അതുപോലത്തെ ഉള്ള ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു നമ്മളുടെ ഈ ഒരു ക്രോംവെല്ലിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത്. അദ്ദേഹം ലോർഡ് പ്രൊട്ടക്ടർ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ 1658 അദ്ദേഹം അന്തരിച്ചു. പിന്നീട് ആ ഒരു റിപ്പബ്ലിക്കിലേക്ക് പോകാൻ നിന്നില്ല. ക്രോംവെല്ലിന് ശേഷം പിന്നീട് പലരും വന്നെങ്കിലും അതൊന്നും എഫക്റ്റീവ് ആയില്ല. അവസാനം 1660 ഈ ഒരു രാജഭരണത്തിലേക്ക് ഇംഗ്ലണ്ട് തിരിച്ചുപോയി. അതിന് കാരണക്കാരനായത് ജനറൽ മോങ്ക് ആണ്. അദ്ദേഹം ഈ ഒരു ചാൾസ് സെക്കൻഡിനെ, അതായത് ചാൾസ് ദ ഫസ്റ്റിന്റെ മകനെ തിരിച്ച് മൊണാർക്കിയിലോട്ട് കൊണ്ടുവന്നു. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, മൊണാർക്കി ഉണ്ട്, ഹൗസ് ഓഫ് ലോർഡ്സ് ഉണ്ട്, ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ട്. ചാൾസ് ദ സെക്കൻഡ് എന്തിനു തിരിച്ചു വന്നു നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. ചാൾസ് ദ ഫസ്റ്റിനെ കൊന്നൊടുക്കിയില്ലേ, എക്സിക്യൂട്ട് ചെയ്തില്ലേ, പിന്നെ എന്തിനാണ് സ്വന്തം പിതാവിനെ കൊന്ന അതേ രാജ്യത്ത് രാജാവായിട്ട് വന്നത്? കാരണം ഇത്രേ ഉള്ളൂ, പവർ, അധികാരം എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹം 1660 തൊട്ട് 1685 വരെയാണ് ഭരിച്ചത്. അദ്ദേഹത്തിന്റെ ഈ ഒരു സമയത്താണ് നമുക്ക് ഇനി മറ്റു പല കാര്യങ്ങളും കാണാൻ കഴിയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഗ്രീൻ റിബൺ ക്ലബ്ബാണ്. 1674 മുതൽ 1683 വരെ ഉണ്ടായിരുന്നതാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ഈ ഒരു റൗണ്ട് ഹെഡ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, പാർലമെന്റിനെ അനുകൂലിക്കുന്ന ടൈപ്പില്, അതുപോലെ തന്നെയുള്ളതാണ് വിഗ് ആക്ടിവിസം എന്നുള്ളത്. അത് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷനാണ്, പൊളിറ്റിക്കൽ ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്നുള്ളത്. പിന്നെ ചാൾസ് ദ സെക്കൻഡ് കഴിഞ്ഞിട്ട് ജെയിംസ് ദ സെക്കൻഡ് വന്നു. ജെയിംസ് ദ സെക്കൻഡ് ആണ് ഇവിടെയും പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോ നമ്മളുടെ തുടക്കം കുറച്ച് പ്രശ്നമില്ല, നമ്മുടെ ജെയിംസ് 1 വന്ന പോലെയാ. പക്ഷെ ചാൾസ് ദ സെക്കൻഡ് വന്ന സമയത്ത് പ്രശ്നമില്ലായിരുന്നെങ്കിലും ജെയിംസ് ദ സെക്കൻഡ് വന്നപ്പോ, അതായത് ആ ഒരു ഒലിവർ ക്രോംവെല്ലിന്റെ കാലഘട്ടം കഴിയുന്നു, അതിനുശേഷമുള്ള രാജാവ് വലിയ കുഴപ്പമില്ല. സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയിൽ നമ്മൾ കണ്ടു, ആദ്യം വന്ന ജെയിംസ് 1 കുഴപ്പമില്ലായിരുന്നു, ചാൾസ് 1 പ്രശ്നം ഉണ്ടാക്കിയതും ചാൾസ് 1 കൊന്നൊടുക്കിയതും. ഈ ഒരു ചാൾസ് സെക്കൻഡ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ജെയിംസ് സെക്കൻഡ് കുറച്ച് പ്രശ്നക്കാരനായിരുന്നു. ആളൊരു മിലിറ്റന്റ് കാത്തലിക് ആയിരുന്നു. ആള് അഡ്മിനിസ്ട്രേഷൻ മൊത്തം കാത്തലിക്സിനെ വെച്ച് നിറയ്ക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ സിവിൽ പവറിനെ ബൈപ്പാസ് ചെയ്യാനും ശ്രമിച്ചു. ഇത് നമ്മളെ പാർലമെന്റിന് ഇഷ്ടാവോ? അതും പ്രത്യേകിച്ച് അവർ അധികാരം എന്താണെന്ന് ഒരു വട്ടം രുചിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത്. ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ ഉണ്ടാവുന്നത് ഈ ഒരു ജെയിംസ് ദ സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ്. 7 ബിഷപ്സ് കേസ് ഉണ്ടായി. അതായത് രാജാവ് ബിഷപ്പുമാരെ വരെ അനുസരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പൊ എന്തുണ്ടായി? ബിഷപ്പുമാര് രാജാവിനെതിരെ തിരിഞ്ഞു. അപ്പൊ ഇത്രയും നാള് മതത്തിന്റെ കൂടെ നിന്ന ഒരാളെന്നുള്ള രീതിയിലാണ് രാജാവ് എപ്പോഴും ഉണ്ടായിരുന്നത്. ദൈവത്തിൽ നിന്നാണ് അധികാരം ലഭിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ബിഷപ്പുമാരെയും നമ്മുടെ രാജാവ് എതിർത്തേക്കാണ്. അപ്പോ ബിഷപ്പുമാര് തിരിഞ്ഞു. അപ്പോ ജനങ്ങൾക്ക് കുറച്ചും കൂടെ പവറായി തുടങ്ങി. ജെയിംസ് ദ സെക്കൻഡിന് ഒരു കാത്തലിക് സൺ ഉണ്ടായി. ആ ഒരു കാത്തലിക് സൺ ഉണ്ടായപ്പോ ജനങ്ങൾ പിന്നെയും പേടിച്ചു. ഇനിതേ വീണ്ടും ഒരു കത്തോലിക്കനാണ് നമ്മളെ ഭരിക്കാൻ പോണത്. കാരണം അതാണല്ലോ ഈ ഒരു രാജാവിന്റെ മകനിലേക്ക് ഭരണം കൊടുക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോ പേടിയായി. വിക്സും ടോറീസും ഒക്കെ എതിർത്തു. പാർലമെന്റിന്റെ ആ ഒരു പോളിസീനെ കുറച്ചും കൂടെ മുൻപന്തിയിൽ പിടിച്ചിരുന്നവരായിരുന്നു വിക്സും ടോറീസും ഒക്കെ. ഇപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് പാർലമെന്റിൽ ടോറീസിനെയൊക്കെ കാണാൻ കഴിയും. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു, ഇത് ശരിയാവില്ല, രാജാവ് തെറ്റായ ദിശയിലോട്ടാണ് പോണത്. ഒന്നാമതേ ആള് കാത്തലിക്സിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും ആളെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ആള് കാത്തലിക്സിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കും. ആളുടെ സണ്ണും ഭയങ്കരമായിട്ട് നമ്മളുടെ മേല് ഒരു ടിറനി തന്നെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നത്. മുൻപ് നമ്മൾ ചാൾസ് ദ ഫസ്റ്റിനെ കൊന്നൊടുക്കിയത് കണ്ടു. പക്ഷെ ഗ്ലോറിയസ് റെവല്യൂഷനിൽ ഒരു കൊന്നൊടുക്കലും ഉണ്ടായില്ല, ഒരു യുദ്ധം ഉണ്ടായില്ല. ജെയിംസ് സെക്കൻഡിനെ പിടിച്ചങ്ങോട്ട് പുറത്താക്കി. ജെയിംസ് സെക്കൻഡിനെ ഓൾറെഡി അറിയാം, മുൻപ് ഇവിടെ ഒരു റെവല്യൂഷൻ നടന്നപ്പോൾ ചാൾസ് സെക്കൻഡിനെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഇപ്പൊ ആൾക്ക് വേണമെങ്കിൽ ഇവിടെ ആ ഒരു അധികാര കസേരയിൽ ഇരിക്കാം, അല്ലെങ്കിൽ ജീവനും കൊണ്ട് ഓടാം. അപ്പോൾ ആള് തീരുമാനിച്ചത് ജീവനും കൊണ്ട് ഓടാനാണ്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലോട്ട് വന്നു. കാരണം എന്താ? ഒലിവർ ക്രോംവെല്ലിനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടില്ലേ. ഒലിവർ ക്രോംവെൽ എന്താ ചെയ്തേ? ആള് അധികാരം പിടിച്ചു പറ്റി റിപ്പബ്ലിക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് റിപ്പബ്ലിക് കൊണ്ടുവന്നോ? ഇല്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. ഇനി വീണ്ടും റിപ്പബ്ലിക്ക് പോയി കഴിഞ്ഞാൽ ഒലിവർ ക്രോംവെല്ലിന്റെ പോലെ ആർക്കെങ്കിലും അധികാരം കൊണ്ട് ഒരു ഭ്രമം കയറി അവര് വീണ്ടും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിച്ചാലോ. അതുകൊണ്ട് അവര് റിപ്പബ്ലിക്കിലേക്ക് പോയില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്ക് പോയി.
നമുക്ക് പലർക്കും ഉണ്ടാവുന്ന ചോദ്യമാണ് അല്ലെ. അതായത് ഈ പറഞ്ഞ നമ്മളുടെ എന്താ ഇംഗ്ലണ്ടിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ പോലൊരു റിപ്പബ്ലിക് ആയിട്ട് എന്തുകൊണ്ട് മാറിയില്ല? ഇപ്പോഴും അവിടെ രാജാവാണ് മെയിൻ, ഒരു നോമിനൽ ഹെഡ്. ഭരണം നടത്തുന്നൊക്കെ പാർലമെന്റ് ആണെങ്കിലും രാജാവിനാണ് ഒരു ഹെഡ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്തുകൊണ്ട് വെച്ചു എന്ന് വെച്ചാൽ ഇക്കാരണം കൊണ്ടാണ്. ഒലിവർ ക്രോംവെൽ വഴി റിപ്പബ്ലിക് വന്നതായിരുന്നു, പക്ഷെ ആ റിപ്പബ്ലിക് വളരെയധികം പരാജയമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മളുടെ ബ്ലഡ്ലെസ് റെവല്യൂഷൻ അഥവാ ഗ്ലോറിയസ് റെവല്യൂഷൻ നടന്നത്. ജെയിംസ് ദ സെക്കൻഡ് ഒരു വിധത്തിലുള്ള ബ്ലഡ് ഷെഡും ഇല്ലാതെ ഇറങ്ങി അങ്ങോട്ട് പോയി. ഇവിടെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ജെയിംസ് ദ സെക്കൻഡിന് ഉണ്ടായിട്ടുള്ള ആ ഒരു അടുത്ത രാജാവിനെ, അതായത് രാജകുമാരനെ അധികാരത്തിലേറ്റാമായിരുന്നു. പക്ഷെ എങ്ങോട്ടാ പോയത്? ജെയിംസ് സെക്കൻഡിന് മറ്റൊരു ഭാര്യയില് മേരി ദ സെക്കൻഡ് എന്ന പേരില് ഒരു മകളുണ്ടായിരുന്നു. ആ മകള് പ്രിൻസ് ഓഫ് ഓറഞ്ചിനെ ആയിരുന്നു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പോ ജെയിംസ് ദ സെക്കൻഡിന്റെ മകളെ, ആ മകളെയും മകളുടെ ഭർത്താവിനെയും ഇവിടെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. കാരണം ഇത് കാത്തലിക് ആണ്. മേരി സെക്കൻഡ്, വില്യം 3 വഴി കാത്തലിക്സിനല്ല ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം കൊണ്ടുവരാനാണ് മേരി 2നെയും വില്യം 3യെയും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു രാജാവ് ഒരു വിധത്തിലുള്ള വിപ്ലവത്തിലേക്ക് പോയെന്ന് പറയാം, പക്ഷെ ഒരു വിധത്തിലുള്ള യുദ്ധത്തിലേക്കും പോകാതെ അധികാരത്തിലോട്ട് എത്തി. കാരണം അദ്ദേഹം കാത്തലിക് അല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, കണ്ടില്ലേ അധികാരത്തിലേക്ക് വരുന്നത്. അത്ര വലിയ സന്തോഷമൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലെ. ഇതാണ് വില്യമും മേരിയും. ഇവരോട് പറഞ്ഞേക്കാണ് ആ ഒരു രാജകിരീടം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ലേ, ഇതിനെ തൊട്ടപ്പുറത്ത് പാർലമെന്റ് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചേക്കാണ്. ഇത് നിങ്ങൾ അംഗീകരിക്കണം. ഇത് അംഗീകരിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കിരീടം വാങ്ങിക്കാം. അല്ലാണ്ട് വെറുതെ ദൈവത്തിൽ നിന്ന് കിരീടം കിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് അവിടെ നടന്നത്. പ്രോപ്പർ കൺട്രോളിൽ തന്നെ കൊണ്ടുവന്നു. കാരണം നമ്മുടെ പാർലമെന്റിന് നല്ല ഓർമ്മയുണ്ട് എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ള കാര്യം. അങ്ങനെ വില്യം ദ തേർഡും മേരി ദ സെക്കൻഡും 1688 അധികാരത്തിലേക്ക് വന്നു. ജെയിംസ് ദ സെക്കൻഡ് ഫ്രാൻസിലേക്ക് പോയി. അല്ലെങ്കിൽ കാത്തലിക്സ് സപ്പോർട്ട് ചെയ്യണ ഒരു രാജ്യമായിരുന്നല്ലോ ഈ പറഞ്ഞ ഇംഗ്ലണ്ട് എന്നുള്ളതും അവിടുത്തെ രാജാവും. അപ്പോൾ ഫ്രാൻസ് സഹായിക്കാൻ റെഡിയായി. ജെയിംസ് സെക്കൻഡ് മുങ്ങി. അങ്ങനെ മേരി ദ സെക്കൻഡും അവരുടെ ഭർത്താവായ വില്യം ദ തേർഡും, അദ്ദേഹം ഓറഞ്ച് എന്ന ഒരു കിങ്ഡത്തിന്റെ പ്രിൻസ് ആയിരുന്നു, ഇവിടെ വന്ന് അധികാരത്തിലേറി. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. ഈ വില്യം ദ തേർഡിനും മേരിക്കും അധികാരമൊന്നും കിട്ടിയിട്ടില്ല. അധികാരം പാർലമെന്റ് കയ്യിൽ തന്നെയാ. പേരിനൊരു ഹെഡ്, ഈ പറഞ്ഞ രാജാവിന്റെ രാജ്ഞിയും ഇരിക്കുന്നു എന്ന് മാത്രം. ഈ ഒരു സമയത്താണ് ബിൽ ഓഫ് റൈറ്റ്സ് വെക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കിരീടം തരണമെങ്കിൽ ഇപ്പുറത്തതേ ഞങ്ങൾ പാർലമെന്റ് മുന്നോട്ട് വെക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രം കിരീടം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ലാൻഡ്മാർക്ക് ഡോക്യുമെന്റ് അവരെയും കൊണ്ട് ഒപ്പുവെപ്പിച്ചു. അവരുടെ പവേഴ്സ് ഒക്കെ തന്നെ ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ഡോക്യുമെന്റ് ആയിരുന്നു അത്. കിങ് കനോട്ട് സസ്പെൻഡ് ഓർ ഡിസ്പെൻസ് വിത്ത് ലോസ് വിത്തൗട്ട് പാർലമെന്റ്സ് കോൺസെന്റ്. പാർലമെന്റിൻ്റെതായിട്ടുള്ള ആ ഒരു അംഗീകാരമില്ലാതെ നിയമങ്ങൾ ഇല്ലാതാക്കാൻ പറ്റില്ല. ടാക്സേഷൻ വിത്തൗട്ട് പാർലമെന്ററി അപ്രൂവൽ ഈസ് ഇല്ലീഗൽ എന്ന് പറഞ്ഞു. അപ്പോ പാർലമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ ഇനി ടാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പോലെ ടണ്ണേജ് ടാക്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലീഗലായിരിക്കും, നിയമവിരുദ്ധമായിരിക്കും. നമ്മുടെ രാജാവിനെ വേണമെങ്കിൽ അക്കാര്യത്തിൽ ട്രയൽ ചെയ്യാൻ വരെ പറ്റും. നേരത്തെ ചാൾസ് ദ സെക്കൻഡിന് അല്ല ചാൾസ് ദ ഫസ്റ്റിന് എന്താ സംഭവിച്ചതെന്ന് അറിയാലോ, അതന്നെ നിങ്ങൾക്ക് സംഭവിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ പേടിപ്പിച്ച് നിർത്തി. പിന്നെ പീസ് ടൈമില് സ്റ്റാൻഡിങ് ആർമി പാടില്ല എന്ന് പറഞ്ഞു. പാർലമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ പാർലമെന്റ് തീരുമാനിക്കും. രാജാവിന്റെ അന്യം വെറുതെ അവിടെ നിൽക്കാന്ന് മാത്രം. പാർലമെന്റ് ഹാസ് ദ റൈറ്റ് ടു ഫ്രീ സ്പീച്ച് ആൻഡ് ഫ്രീ ഇലക്ഷൻസ്. പാർലമെന്റിനാണ് ഈ പറഞ്ഞ അവകാശങ്ങളുടെ മേല് ആ ഒരു റൈറ്റ് ഉള്ളത്. ഇലക്ഷൻ നടത്തും, രാജാവ് അതിൽ ഇടപെടാൻ വരരുത്. രാജാവ് അവിടെ ഇരുന്നാൽ മതി. ഇലക്ഷൻ ഞങ്ങൾ നടത്തും, ഞങ്ങൾ ജനങ്ങൾക്ക് ഫ്രീ സ്പീച്ചും കൊടുക്കും. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു, ഇനി അധികാരത്തിലേക്ക് കയറുന്ന വ്യക്തികൾ റോമൻ കാത്തലിക് ആയിരിക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു എനിവൺ മാരീഡ് ടു വൺ, അതായത് റോമൻ കാത്തലിക്കോ റോമൻ കാത്തലിക്കിനോട് മാരീഡ് ആയിട്ടുള്ള വ്യക്തിയോ ഇംഗ്ലീഷ് ത്രോണിലോട്ട് വരരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. ഇതാണ് പ്യൂരിറ്റാൻ റെവല്യൂഷൻ അവിടെ
ഒരു സുപ്രീം റോള് വഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയാം അല്ലേ. പ്രത്യേകം പറഞ്ഞു ഇനി കാത്തലിക്സ് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ ഇവിടെ റെവല്യൂഷൻ നടത്തിയിരിക്കുന്നു, ഇനി കാത്തലിക്സിന്റെ കയ്യിലോട്ട് ഒന്നും തരണില്ല. മ്യൂട്ടിനി ആക്ടും വന്നു. മ്യൂട്ടിനി ആക്ടിൽ പ്രത്യേകം പറഞ്ഞു രാജാവിന് ഇനി മിലിറ്ററിന്റെ മേല് വലിയ അധികാരമൊന്നും വേണ്ട. അതുപോലെ തന്നെ പറഞ്ഞു മാർഷ്യൽ ലോ കൊണ്ടുവരാണെങ്കിൽ എന്ത് വേണം, പാർലമെന്റ് ആനുവലി അപ്രൂവ് ചെയ്തിരിക്കണം. അപ്പോൾ പാർലമെന്ററി സെഷൻസും ഉണ്ടായിരിക്കണം. മാർഷ്യൽ ലോ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പാർലമെന്റിനെ പിരിച്ചുവിടാനൊന്നും പറ്റില്ല, നമ്മുടെ ഇവിടുത്തെ അടിയന്തരാവസ്ഥയുടെ ഒക്കെ പോലെ. അപ്പോൾ മാർഷ്യൽ ലോ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് പാർലമെന്റിനെ പിരിച്ചുവിടാൻ പറ്റില്ല, പാർലമെന്റേ തീരുമാനിക്കുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ. പാർലമെന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ആ ഒരു മാർഷ്യൽ ലോ ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നീട് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ഒപ്പുവെക്കുകയായിരുന്നു 1701. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ബിൽ ഓഫ് റൈറ്റ്സ് ഇല്ലേ, നമ്മുടെ രാജാവിന് മുന്നിൽ വെച്ച കാര്യങ്ങൾ, അതിനൊന്നും കൂടി ഒന്ന് റീഇൻഫോഴ്സ് ചെയ്തു. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് സക്സഷൻ ഉറപ്പുവരുത്തി. അതായത് വില്യം III ക്യൂൻ ആനിനും ചൈൽഡ്ലെസ് ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ സോഫിയ ഓഫ് ഹാനോവറിന്റെ കയ്യിലേക്ക് ആ ഒരു അധികാരം പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ പ്രൊട്ടസ്റ്റൻസിലേക്ക് അധികാരം പോകുള്ളൂ എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്തി. അതുപോലെ തന്നെ റൂളർ ഓഫ് ഇംഗ്ലണ്ട് മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ദി ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുകൂടെ പറഞ്ഞു. പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആയിരിക്കണം, അല്ലാണ്ട് ഇനി വന്ന് പറയരുത് ദൈവത്തിൽ നിന്നാണ് അധികാരം ലഭിച്ചത്, ഞങ്ങൾ ദൈവത്തിന്റെ ആ ഒരു അധികാരത്തിന് ഒരിക്കലും പാർലമെന്റിനോട് ഉത്തരം പറയില്ല എന്ന്, ഇനി പാർലമെന്റിനോട് ആൻസറബിൾ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. പിന്നെ നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ഡൊമസ്റ്റിക് ബോർഡേഴ്സ് പോലും ഈ രാജാവിന് സ്വന്തം ഇഷ്ടപ്രകാരം കടക്കാൻ കഴിയില്ല, ഡൊമസ്റ്റിക് അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുകൂടെ പറഞ്ഞു. നേരത്തെ ഓടിപ്പോയ പോലെ ഓടിപ്പോവാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷന്റെ ഇമ്പാക്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്യൂഡലിസം ഇല്ലാതാക്കി അല്ലെ, അവര് കുറച്ചു പേരുടേതായിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കി. അതുപോലെ തന്നെ സോവറിനിറ്റി ഓഫ് ദി പാർലമെന്റ് നമ്മൾ ഇന്ത്യൻ പോളിറ്റിയിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ ബ്രിട്ടനിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ സോവറിനിറ്റി ഓഫ് ദി പാർലമെന്റ് ആണ് കാണുന്നത്, US നോക്കുകയാണെങ്കിൽ ജുഡീഷ്യൽ സുപ്രീമസി ആണ് കാണുന്നത്. അപ്പൊ ഈ സോവറിനിറ്റി ഓഫ് ദ പാർലമെന്റ് എവിടെ നിന്നാണ് ഉരുതിരിഞ്ഞു വന്നത്? അത് ഗ്ലോറിയസ് റെവല്യൂഷനിൽ നിന്നാണ് ഉരുതിരിഞ്ഞു വന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി വഴിയാണ് ഇപ്പൊ കുറേയധികം രാജ്യങ്ങൾ ഭരിക്കപ്പെടുന്നത്. ഇതിൽ നിന്ന് തന്നെയാണ് റിപ്പബ്ലിക്കിലോട്ടും വന്നത്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്നുള്ള സിസ്റ്റം എവിടെ നിന്നാണ് വന്നത്? അതും ഗ്ലോറിയസ് റെവല്യൂഷനിൽ നിന്നാണ് വന്നത്. അതുകൊണ്ടാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷന്റെ മറ്റ് പേരുകളും കൂടെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഗ്ലോറിയസ് റെവല്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെവല്യൂഷൻ ആണ്. ബ്ലഡ്ലെസ് റെവല്യൂഷൻ, പാലസ് റെവല്യൂഷൻ, പ്യൂരിറ്റാൻ റെവല്യൂഷൻ, റെവല്യൂഷൻ ഓഫ് 1688, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്നിങ്ങനെയുള്ള പേരുകളിലാണ് നമ്മൾ ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ നമ്മൾ അറിയപ്പെടുന്നത്. ലോകത്തിന് മുന്നിൽ നമ്മളിത് പഠനത്തിനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഗ്ലോറിയസ് റെവല്യൂഷൻ എന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. ഇതുവഴിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി വന്നത്. ആബ്സല്യൂട്ടിസം നിലനിന്നിരുന്ന കാലത്ത്, രാജാവ് സ്വന്തം ഇഷ്ടപ്രകാരം ജനങ്ങളെ എന്തും ചെയ്തിരുന്ന കാലത്ത് നിന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഭരണത്തിലേക്ക് മാറിയത്, ജനങ്ങളാൽ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള ഭരണത്തിലേക്ക് മാറിയത് ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ വഴിയായിരുന്നു. രാജാവ് ഒരു നോമിനൽ ഹെഡായിട്ട് അവിടെ ഉണ്ടെങ്കിലും അധികാരം പാർലമെന്റിന്റെ മേൽ തന്നെയായിരുന്നു. പാർലമെന്ററി സോവറിനിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് പിന്നീട് മറ്റ് പല രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലേക്ക് തന്നെയും പടർന്നത്. ഇതാണ് മറ്റ് പല റെവല്യൂഷൻസിലേക്ക് നയിച്ചത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉൾപ്പെടെ അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് നോക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ള കാര്യം. നമ്മൾ പഠിച്ചത് ആദ്യം തന്നെ മാഗ്ന കാർട്ട ഒപ്പുവെച്ചതിനെ കുറിച്ചായിരുന്നു. അതെന്നായിരുന്നു? 1215 ഈ ഒരു ഇംഗ്ലണ്ടില് മാഗ്ന കാർട്ട റണ്ണിമീഡ് ഗ്രൗണ്ട്സില് കിങ് ജോൺ ഒപ്പുവെച്ചു. ഡ്യൂ പ്രോസസ്, റൂൾ ഓഫ് ലോ, ഹേബിയസ് കോർപ്പസിനൊക്കെ വിത്ത് പാകിയത് ആ ഒരു മാഗ്ന കാർട്ട ആയിരുന്നു. അതിലത്തെ ഹേബിയസ് കോർപ്പസിനെ കുറിച്ചിട്ടുള്ള ക്ലോസ് 39 നമ്മൾ കണ്ടു. പിന്നീട് അത് ചാൾസ് ദ സെക്കൻഡിന്റെ സമയത്ത് ഹേബിയസ് കോർപ്പസ് ആക്ടായി മാറി എന്നുള്ളത് നമ്മൾ കണ്ടു. വില്യം പിറ്റും വിൻസ്റ്റൺ ചർച്ചും എന്താണ് ഈ ഒരു മാഗ്ന കാർട്ടയെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ കണ്ടു. ബൈബിൾ ഓഫ് ദി ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വരെ അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ടുഡോർ ഡൈനാസ്റ്റിയിൽ നിന്ന് സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയിലൂടെ അധികാരം പോയതിനെ കുറിച്ച് കണ്ടു. സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ 2 രാജാക്കന്മാര് ജനങ്ങളുമായിട്ട് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. ജെയിംസ് I പിന്നെയും കുഴപ്പമില്ലായിരുന്നെങ്കിലും അതിനുശേഷം വന്ന ചാൾസ് I ആണ് കൂടുതലും പ്രശ്നത്തിലേക്ക് വന്നത്. കാരണം അവർ കാത്തലിക്സിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തു. ഈ മാഗ്ന കാർട്ടയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവര് ആക്സെപ്റ്റ് ചെയ്തു പോയില്ല. വെറുതെ പേരിന് ഒരു ആക്സെപ്റ്റൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ആംഗ്ലിക്കൻ സഭയെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞവർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
ബിഷപ്പുമാരില്ലാതെ രാജാക്കന്മാരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ മൊത്തത്തില് പ്യൂരിറ്റാൻസിനെ, പ്രൊട്ടസ്റ്റന്റ്സിനെ ഭയങ്കരമായിട്ട് അവർ വെറുപ്പിച്ചു. അതൊക്കെ വിപ്ലവത്തിലേക്ക് നയിച്ചു. പല വിധത്തിലുള്ള കോസസ് ഉണ്ടായിരുന്നു. ദൈവമാണ് ഞങ്ങൾക്ക് അധികാരം തരുന്നതെന്ന് അവർ പറഞ്ഞു. അതുപോലെ തന്നെ അവർക്ക് മുന്നിൽ നിയമമൊന്നുമില്ല. നിയമത്തിനെ അവർ ബൈപ്പാസ് ചെയ്യാനും ഓവർ റൈഡ് ചെയ്യാനും ശ്രമിച്ചു. അവര് പല വിധത്തിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ നടത്തി. ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സിലേക്ക് അത് നയിച്ചു. റിലീജിയസ് കോൺഫ്ലിക്ട്സിലേക്ക് ഒരു ആംഗ്ലിക്കനിസത്തിനോടുള്ള ആ ഒരു സ്നേഹം നയിച്ചു. അതിനുശേഷം ഫോറിൻ പോളിസി ഡിഫറൻസസ്, ഇവിടെയും മതം തന്നെയാണ് പ്രശ്നമായത്. മതത്തിലെ ഫാക്ഷനാണ് പ്രശ്നമായത്. ആംഗ്ലിക്കനിസം കാത്തലിക്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു. സ്പെയിനെയും ഫ്രാൻസിനെയും രാജാവ് സപ്പോർട്ട് ചെയ്തപ്പോൾ ജനങ്ങൾ പ്രൊട്ടസ്റ്റന്റ്സ് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ജർമ്മനിനെയായിരുന്നു. അതിനുശേഷം ഒരു പുതിയ ജെൻട്രി വന്നത് എൻലൈറ്റൻമെന്റ്, റിനൈസൻസ് ഒക്കെ വഴി അവിടെ മാറ്റങ്ങൾ വന്നത് ജനങ്ങളിൽ തന്നെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു ഡിസ്പ്യൂട്ടിലേക്ക് നയിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. ജെയിംസ് ദ ഫസ്റ്റ് 1625 മരിച്ചതിന് ശേഷം ചാൾസ് ദ ഫസ്റ്റ് വന്നപ്പോൾ പ്രശ്നങ്ങൾ കൂടിയേയുള്ളൂ. അദ്ദേഹത്തിന് അഡ്വൈസർ ആയിട്ട് ഇവിടെ നമ്മൾ ചാൾസ് ദ സെക്കൻഡിനെ കുറിച്ചാണ് കാണുന്നത്. ചാൾസ് ദ സെക്കൻഡ് ചാൾസ് ദ ഫസ്റ്റിന്റെ മകനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റ് ആള് ഒപ്പിടേണ്ടി വന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. നമ്മുടെ ചാൾസ് ദ ഫസ്റ്റിന്റെ അഡ്വൈസറിനെ കുറിച്ച് കണ്ടു. അവര് ചാൾസ് ദ ഫസ്റ്റിന്റെ അഡ്വൈസർ ആയിട്ടുള്ള വ്യക്തി എങ്ങനെ ആംഗ്ലിക്കനിസത്തിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, അത് തന്നെ എങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ ഒരു പെറ്റീഷനിൽ ഇവർ പറഞ്ഞത് ടാക്സേഷൻ പാടില്ല, ഈ പറഞ്ഞ ആംഗ്ലിക്കനിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ചൊന്ന് കുറയ്ക്കണം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചാൾസ് ഫസ്റ്റിന്റെ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെയാണ് അവര് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് വഴി പരിഹരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ചാൾസ് ദ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് സമ്മതം മൂടി, അതിനുശേഷം കാലുമാറി. എന്നിട്ട് ആള് പാർലമെന്റ് അങ്ങോട്ട് പിരിച്ചുവിട്ടു. എന്നിട്ട് 11 years ടിറനി അങ്ങോട്ട് നടത്തി. ആ സമയത്താണ് ഈ അഡ്വൈസർ വന്നത്, ആർച്ച് ബിഷപ്പ് വില്യം ലോർഡ്. അവര് ആംഗ്ലിക്കനിസത്തിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അവർക്ക് വലിയ രീതിയിൽ അവരുടേതായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, നിയമം മറികടക്കാനായിട്ട് സ്റ്റാർ ചേംബർ ഉണ്ടായിരുന്നു. നോർത്തേൺ ഏരിയാസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കൗൺസിൽ ഓഫ് ദ നോർത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആംഗ്ലിക്കനിസത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കോർട്ട് ഓഫ് ഹൈ കമ്മീഷനും ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്തായിരുന്നു? നമ്മുടെ സ്കോട്ട്ലൻഡുമായിട്ടുള്ള പ്രശ്നത്തിലായിരുന്നു. മുൻപ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് രാജാവ് സമ്മതിക്കാൻ തയ്യാറായത് സ്പെയിനുമായിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്താണെങ്കിൽ രാജാവിന് വീണ്ടും പാർലമെന്റിന്റെ അടുത്തേക്ക് വരേണ്ടി വന്നു. അത് സ്കോട്ട്ലൻഡിലത്തെ പ്രശ്നം കാരണമായിരുന്നു. രാജാവ് പാർലമെന്റിന്റെ അടുത്തേക്ക് വന്നു, പാർലമെന്റ് തിരിച്ചു കൊണ്ടുവരാട്ടോ എന്നൊക്കെ പറഞ്ഞു. 1640 49 വരെ ആ ഒരു പാർലമെന്റ് നിന്നു. ആ ലോങ് പാർലമെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള സ്ലൈഡ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തരുന്ന സ്ലൈഡ്സിൽ ഞാൻ മാറ്റം വരുത്തി തരാം. അതായത് ഇനി മുതൽ പാർലമെന്റിനെ ഡിസോൾവ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും കൂടണം. പിന്നെ പാർലമെന്റിനെ ഡിസോൾവ് ചെയ്യണമെങ്കിൽ കിങ് പാർലമെന്റിനോട് ആദ്യം ചോദിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ്, ചാൾസ് ദ സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ് ചാൾസ് ദ ഫസ്റ്റിന്റെ കാലഘട്ടത്തിൽ, കണ്ടില്ലേ എനിക്ക് വരെ തെറ്റ് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ചാൾസ് ഫസ്റ്റും ചാൾസ് സെക്കൻഡും നമ്മൾ തെറ്റരുത്. ചാൾസ് സെക്കൻഡ് പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സിവിൽ വാർ നടന്നു. റൗണ്ട് ഹെഡ്സും കവലിയേഴ്സും തമ്മിൽ രാജാവ് ഒരു ആർമീനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൗണ്ട് ഹെഡ്സ് ഒലിവർ ക്രോംവെലിന്റെ കീഴിൽ മറ്റൊരു ആർമീനെയും കൂടി ഉണ്ടാക്കി. ആ ആർമി ഒലിവർ ക്രോംവെല്ലുമായിട്ട് വന്ന് രാജാവിന്റെ ആർമീനെ തോൽപ്പിച്ചു. അങ്ങനെ തോൽപ്പിച്ച് ആ ഒരു രാജാവിനെ രാജസ്ഥാനത്ത് അങ്ങോട്ട് മാറ്റി. അതിനുശേഷം എന്ത് ചെയ്തു? ആ പാർലമെന്റ് നടത്തുന്ന ഹൗസ് ഓഫ് കോമൺസിനെ അവരുടെ ഭടന്മാരെ വെച്ച് വളയം ചെയ്ത് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ അങ്ങോട്ട് കയറ്റാണ്ട് അവിടെ ഉള്ളില് രാജാവിനെ കൊല്ലണമെന്ന ആഗ്രഹമുള്ളവരെ മാത്രം പിടിച്ചു നിർത്തി അവര് നിയമം പാസാക്കി രാജാവിനെ കൊല്ലാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ രാജാവിനെ എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ ക്രോംവെലിന്റെ ഭരണമായിരുന്നു. ഒരു ജനങ്ങളാൽ നയിക്കപ്പെടുന്ന റിപ്പബ്ലിക് ആണ് നമ്മളൊക്കെ സ്വപ്നം കണ്ടതെങ്കിൽ ക്രോംവെൽ നടത്തിയത് ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് വന്നതുകൊണ്ടാണ് പിന്നീട് ഇംഗ്ലണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലോട്ട് പോയത്. ഞാൻ പറഞ്ഞില്ല, നമ്മളെ എപ്പോഴും വിചാരിക്കും എന്തുകൊണ്ട് ഇംഗ്ലണ്ട് ഇപ്പോഴും രാജാവിനെ അവിടെ നോമിനൽ ഹെഡായിട്ട് വെച്ചിരിക്കണു, നമ്മളെ പോലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രസിഡന്റിനെ വെച്ചുവിടുന്നു. അതിന് കാരണം ഈ ക്രോംവെല്ലിന്റെ ഈ കൊള്ളരുതായ്മ കൂടെയാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. കോമൺവെൽത്ത് ഗവൺമെന്റ് ആണ് ഈ ഒരു ക്രോംവെല്ലിന്റെ ഗവൺമെന്റ് ആയിട്ട് വന്നത്. ക്രോംവെല്ലിനെ നമ്മൾ കണ്ടു, അദ്ദേഹത്തിന്റെ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിനെ കുറിച്ച് കണ്ടു. അതിനുശേഷം ആള് അത്ര സുഖമില്ലാത്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ വീണ്ടും രാജഭരണത്തിലേക്ക് പോയത് കണ്ടു. രാജഭരണത്തിലേക്ക് പോയപ്പോൾ എന്താ, രാജാവും വീണ്ടും ചതിച്ചുകൊണ്ടിരുന്നു. ജെയിംസ് ദ സെക്കൻഡ് വന്നപ്പോ ആള് ഒരു കാത്തലിക് മകനും കൂടെ
ജന്മം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ ടെൻഷൻ കൂടി. പിന്നെ ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു ചാൾസ് സെക്കൻഡ് തിരിച്ചു വന്നില്ലേ, ഈ ചാൾസ് സെക്കൻഡിനെയാണ് പോർച്ചുഗീസുകാര് മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അതുവഴിയാണ് ബോംബെ ഡൗറി കിട്ടി നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് എന്ന് പറഞ്ഞില്ലേ, അത് ഈ ചാൾസ് സെക്കൻഡ് ആണ് കേട്ടോ. ആ ഒരു കണക്ഷനും ഉണ്ട് ഇന്ത്യ ആയിട്ട്. അതിനുശേഷം ഗ്രീൻ റിബൺ ക്ലബിനെ കുറിച്ച് കണ്ടു, ജെയിംസ് സെക്കൻഡ് വന്നതിനെ കുറിച്ച് കണ്ടു. അങ്ങനെ ജെയിംസ് സെക്കൻഡ് ഒന്നാമതേ കാത്തലിക്സിനെയാണ് സപ്പോർട്ട് ചെയ്യണത്, ആളുടെ മോനും കൂടെ കാത്തലിക്. എന്നാ പിന്നെ എന്തുണ്ടാവുക, ഈ ഒരു കാത്തലിക് ആയിട്ടുള്ള മകനും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികാരം മകനിലേക്ക് തന്നെ പോകില്ലേ. ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ജെയിംസ് സെക്കൻഡിന്റെ മകൻ എന്തായാലും കാത്തലിക് ആയിരിക്കുമല്ലോ എന്നുള്ള കാര്യം. പക്ഷെ അവിടെയും വ്യത്യാസമുണ്ട്. ഈ ഭാര്യമാര് ഏത് മതമാണ് എന്നുള്ളതും കൂടെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ചാൾസ് സെക്കൻഡിന് നമ്മൾ പറഞ്ഞില്ലേ, ചാൾസ് ദ സെക്കൻഡിന് നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞു. ചാൾസ് സെക്കൻഡ് ഈ ഒരു ജെയിംസ് സെക്കൻഡിലേക്ക് അധികാരം പോയത് ബ്രദറിലേക്കാണ്. ചാൾസ് സെക്കൻഡിന്റെ മകനല്ല ജെയിംസ് സെക്കൻഡ്. ചാൾസ് സെക്കൻഡിന് കുറെ മക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ കുറെ മക്കൾ ഉണ്ടായിരുന്നെങ്കിലും ചാൾസ് സെക്കൻഡിന് ഒഫീഷ്യൽ കല്യാണമില്ലേ, പ്രോപ്പർ ആയിട്ടുള്ള കല്യാണത്തിൽ മക്കൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജെയിംസ് സെക്കൻഡിന് അങ്ങനെ കുറെ മക്കൾ ഉണ്ടാവാം, പക്ഷെ ഇത് പ്രോപ്പർ കാത്തലിക് ആയിട്ടുള്ള ഒരു മകനാണ് ഉണ്ടായത്. അപ്പോൾ ആ കാത്തലിക് ആയിട്ടുള്ള മകൻ ഉണ്ടായപ്പോൾ, പ്രൊട്ടസ്റ്റന്റ് മകനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഗ്ലോറിയസ് റെവല്യൂഷനിലോട്ട് പോകില്ലായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് തോന്നി മകനും കംപ്ലീറ്റ്ലി കാത്തലിക് ആണ്, അങ്ങനെ വരുമ്പോൾ നമുക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ പോണത്. അപ്പോൾ മകനിലേക്ക് അധികാരം കൊടുത്തുവിടാൻ പറ്റില്ല. ജെയിംസ് സെക്കൻഡ് ജീവനും കൊണ്ട് ഓടി. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലോട്ട് ബ്രിട്ടൻ പോയുള്ളൂ. അങ്ങനെ ജെയിംസ് സെക്കൻഡിന്റെ മകളായ മേരി ടൂയിലേക്കും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള വില്യം ത്രീയിലേക്കും അധികാരം പോയി. കാരണം കാത്തലിക് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ അവര് അധികാരം ഏറ്റപ്പോ പാർലമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കിരീടം തരാം. കിരീടം തരാനായിട്ട് ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ബിൽ ഓഫ് റൈറ്റ്സ് ഇല്ലേ, ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നത്. അങ്ങനെ ബിൽ ഓഫ് റൈറ്റ്സ് അവിടെ വന്നു. അതിനെ സെറ്റിൽമെന്റ് ആക്ടിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അരക്കിട്ട് ഉറപ്പിച്ചു. മ്യൂട്ടിനി ആക്ടിൽ പറയുകയും ചെയ്തു, ഇനി മിലിറ്ററിയുടെ മേലും രാജാവിന് വലിയ കൺട്രോളൊന്നും വേണ്ട, മാർഷ്യൽ ലോ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ പാർലമെന്റ് സമ്മതിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് വന്നു. അതോടുകൂടിയാണ് നമ്മുടെ ഗ്ലോറിയസ് റെവല്യൂഷൻ കഴിഞ്ഞത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ് വരുന്നത് 1215 നമ്മളുടെ ഈ ഒരു മാഗ്ന കാർട്ട വരുന്നത്. 1603 നമ്മുടെ ഈ ഒരു സ്റ്റുവർട്ട് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 1628 ആ ഒരു യുദ്ധം കാരണം പെറ്റീഷൻ ഓഫ് റൈറ്റ്സിലേക്ക് പോകുന്നത്. അതിനുശേഷം 1640 മുതലാണ് ലോങ് പാർലമെന്റ് വരുന്നത്. ലോങ് പാർലമെന്റ് വരാൻ കാരണം സ്കോട്ട്ലൻഡ് ആയിട്ടുള്ള യുദ്ധമാണ്. 1628 ഈ ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് കൊടുക്കാൻ കാരണം, അത് സമ്മതിക്കാൻ കാരണം സ്പെയിനായിട്ട് യുദ്ധത്തിന് കാശും പടയാളികളും വേണമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിനുശേഷം 1640 ശേഷം നമ്മള് 42 സിവിൽ വാർ കണ്ടത്. സിവിൽ വാർ കഴിഞ്ഞ് 1649 മുതൽ ആ ഒരു ചാൾസ് ദ ഫസ്റ്റിനെ കൊന്നതിന് ശേഷം ക്രോംവെല്ലിന്റെ ആ ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നു, കോമൺവെൽത്ത് ഗവൺമെന്റ് ആയിരുന്നു 1649. അതിനുശേഷം 1658 ഒലിവർ ക്രോംവെൽ മരിക്കുന്നത്. 1660 രാജഭരണത്തിലേക്ക് വീണ്ടും പോയി. പക്ഷെ ചാൾസ് സെക്കൻഡ് കുഴപ്പമില്ലായിരുന്നെങ്കിലും ജെയിംസ് സെക്കൻഡ് ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. ആൾക്കൊരു കാത്തലിക് സണ്ണും കൂടി ഉണ്ടാവുന്നുണ്ടെന്ന് കണ്ടപ്പോ ജനങ്ങള്, പാർലമെന്റ് ആളെ എതിർത്തു. ജെയിംസ് സെക്കൻഡിന് മുൻപ് ചാൾസ് ഫസ്റ്റിന് എന്താ സംഭവിച്ചതെന്ന് അറിയാമായിരുന്നുകൊണ്ട് ഫ്രാൻസിലേക്ക് അപ്പൊ തന്നെ ഓടിപ്പോയി. അങ്ങനെ 1688 ഒരു വിധത്തിലുള്ള ചോരയുടേതായിട്ടുള്ള ഒരു ഷെഡിങ്ങും ഇല്ലാതെ, ബ്ലഡ് ഷെഡ് ഇല്ലാതെ പ്യൂരിറ്റാൻസ് ഒക്കെ നയിച്ച, ഇനി മുതൽ കാത്തലിക്സ് ഒരിക്കലും ഭരണത്തിൽ വരരുതെന്ന് ഉറപ്പിച്ചു വെച്ച ആ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ നടന്നു. മ്യൂട്ടിനി ആക്ട് 1689 ഒപ്പുവെച്ചു. 1701 ഒരു സെറ്റിൽമെന്റ് ആക്ട് വഴി ഇതൊക്കെ അരക്കിട്ട് ഉറപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്തു പോകും എന്നുള്ള കാര്യം. പിന്നെ ഈ ഒരു വില്യമിന്റെയും മേരിയുടെയും കാര്യത്തിലാണെങ്കിലും അവരുടെ മക്കളുടെ അടുത്ത് നിന്ന് ഒരു കാത്തലിക് മകനൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു പ്രൊട്ടസ്റ്റന്റ് സക്സഷനിലേക്ക് പോകുന്നില്ലെങ്കിൽ ഉറപ്പുവരുത്താനായിട്ട് ഹനോവറിലേക്ക് അധികാരം കൈമാറാനും പ്രോപ്പറായിട്ട് എഴുതി വെച്ചു. അങ്ങനെയാണ് നമ്മുടെ ഗ്ലോറിയസ് റെവല്യൂഷൻ കഴിയുന്നത്. ഇത് കോൺസെപ്ച്വലി ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അമേരിക്കൻ റെവല്യൂഷനെ കുറിച്ച് കാണാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.